السلام عليكم ورحمة الله وبركاته. ونؤمن بشرور أنفسنا ومن سيئات أعمالنا لا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا مصطفى محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اشرح لي ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان ومن شهد منكم الشهر فليصمه ومن أو على سفر العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. صدق الله العلي العظيم وصدق وبلغ النبي الكريم ونحن على ذلك الشاهد. وقد قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم قال الله عز وجل كل عمل ابن آدم له إلا الصيام فإنه لي وأنا أجزي به. صدق رسوله الكريم. يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والأكم. نفس الفداء لقبر فيه العفاف وفيه الجود والكرم. تجلیوں کے کفیل تم ہو مراد قلب خلیل تم ہو خدا کی روشن دلیل تم ہو یہ سب تمہاری ہی روشنی ہے یا رسول اللہ. پر اساس کیا ہے بجز ندامت کے پاس سلامت تمہاری نسبت یا رسول اللہ صلی اللہ علیہ وسلم. رہے سلامت تمہاری نسبت میرا تو ایک
आसुरा यही है, मेरा तो एक आसुरा यही है, मेरा तो एक आसुरा यही है। ആദരണീയരായ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന അധ്യക്ഷനവറുകളെ, പണ്ഡിത മഹത്തുക്കളെ, ബഹുമാന്യരായ കാരണവന്മാരെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, ഖുർആന് വേണ്ടിയുള്ള ഈ ഒത്തുകൂടൽ, ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുത്തുന്ന ആളുകളിൽ നമ്മെ ഈ സദസ്സിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഗതകാല പാപങ്ങൾ മുഴുവൻ ഈ സദസ്സിന്റെയും ഈ മാസത്തിന്റെയും ഇന്നത്തെ ചർച്ചയുടെയും വിഷയത്തിന്റെയും മഹത്വം കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തൊട്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്താക്കിയ മുഴുവൻ ആളുകളുടെയും സകലമാന പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ തൊട്ട് എല്ലാവരെ തൊട്ടും അകറ്റി തരുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ അനിവാര്യമായ ഒരു കൂടിച്ചേരലിലാണ് നാം ഇപ്പോഴുള്ളത്. ഒരു നിലക്കും ഇന്നത്തെ ഈ ദിവസം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ വാർഷിക പ്രഭാഷണത്തിൽ സന്നിഹിതനാകാൻ ഇങ്ങനെ ഒരു നിമിത്തമുണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അല്ലാഹുവിന്റെ ഖളാ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരുവാനും നിങ്ങളെല്ലാവരെയും കാണുവാനും പരസ്പരം ദുആ കൊണ്ട് വസിയത്താക്കുവാനും അറിയാവുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കുവാനും ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും രണ്ടു കൂട്ടരിൽ നിന്നും ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ മഹത്തായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയ, അതായത് മാസങ്ങളുടെ നേതാവായ സയ്യിദു ശുഹൂറായ പരിശുദ്ധമായ റമളാനു ഷരീഫ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ 1.5 മാസം മുമ്പ് നമ്മളെല്ലാവരും വാനലോകത്തേക്ക് കരമുയർത്തി രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന, കാത്തിരിക്കുന്ന, പരിശുദ്ധമായിരിക്കുന്ന റമളാൻ സമാഗതമാവുകയാണ്. റജബിന്റെ അമ്പിളി ചെയ്യാൻ തുടങ്ങി റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് വർദ്ധിപ്പിച്ചു വാരിക്കോരി തരേണമേ തമ്പുരാനെ. വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രാർത്ഥന നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളടക്കം മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നാം വരവേൽക്കാൻ കാത്തിരിക്കുന്ന പരിശുദ്ധമായ റമളാൻ നമ്മുടെ തിരുമുമ്പിൽ എത്തി നിൽക്കുമ്പോൾ എന്റെ ബഹുമാന്യരായ സഹോദരന്മാരോട്, സഹോദരിമാരോട് ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ആമുഖമായി എന്റെ നഫ്സിനോടും രണ്ടാമതായി എന്റെ സഹോദരന്മാരോട് സൂചിപ്പിക്കുവാനുള്ളത്, ഇതേപോലെ ഒരുപാട് പ്രാർത്ഥനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നാം നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സദസ്സിലേക്ക് നോക്കുമ്പോൾ എല്ലാ ഏജിലുമുള്ള ആളുകളെയാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. 50 വയസ്സിന് മുകളിലുള്ള കാരണവന്മാർ ഈ സദസ്സിലുണ്ട്. 50 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരും ഈ സദസ്സിലുണ്ട്. വിദ്യാർത്ഥികളുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. എത്രയോ കൊല്ലമായി ബുദ്ധിവെച്ച കാലം മുതൽ, അഥവാ നമുക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ രാജാതിരാജനായ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്തിന് ചൊരിയണേ തമ്പുരാനെ.
വബല്ലിഗ്നാ റമളാൻ, ഞങ്ങളെ നീ റമളാനിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. എല്ലാ കൊല്ലത്തെയും പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചു. ഒരുപാട് റമളാനുകൾക്ക് നാം സാക്ഷികളായി. എത്ര റമളാനുകൾ നമ്മുടെ ശരീരത്തിലൂടെ ജീവിതത്തിലൂടെ കടന്നുപോയി. അതേപോലെ 30 വയസ്സുള്ള 40 വയസ്സുള്ള 45 വയസ്സുള്ള ചെറുപ്പക്കാരുണ്ടാകുമല്ലോ. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര റമളാനുകൾക്ക് സാക്ഷിയാകാൻ ഭാഗ്യം ലഭിച്ചു. ഇനിയാണ് ആലോചിക്കേണ്ടത്, വല്ല മാറ്റവും ഈ റമളാനുകൾ നമ്മുടെ ശരീരത്തിൽ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ട് നാം ഇരുന്നു വാങ്ങിയ പരിശുദ്ധമായ റമളാനുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹീതമായി നൽകിയപ്പോൾ അതുകൊണ്ട് എടാ നിന്റെ ജീവിതത്തിൽ വല്ല മാറ്റത്തിരുത്തലുകൾക്കും അത് സാക്ഷിയായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നാം എന്തിനാണ് ഇങ്ങനെ ഒരു യാചന നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് റബ്ബിനോട് റബ്ബേ എന്നെ നീ മരിപ്പിക്കാതെ റമളാനിലേക്ക് എത്തിക്കണമേ എന്ന് ചോദിക്കുന്നത്? എന്തിനാണ്? ആ ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം. നമുക്കെന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ റമളാനുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങളുമായിട്ടാണ് പരിശുദ്ധമായ മാസങ്ങളുടെ നേതാവ് കടന്നു വരുന്നത് എന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരുപാട് റമളാനുകൾ അലക്ഷ്യമായി കടന്നുപോയെങ്കിലും റബ്ബേ ഇനി കടന്നു വരാൻ പോകുന്ന പരിശുദ്ധമായ റമളാൻ ഞാൻ അങ്ങനെയാക്കുകയില്ല. എന്റെ കൊഴിഞ്ഞു പോകുന്ന നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എന്റെ ആയുസ്സിനെ നീ ദീർഘിപ്പിച്ചു തന്നാൽ പരിശുദ്ധമായ ഈ വർഷത്തെ 2015 റമളാനിലേക്ക് എന്റെ ആയുസ്സിനെ നീ എത്തിച്ചാൽ അല്ലാഹുവേ ചില മാറ്റങ്ങൾക്ക് ഞാൻ കാരണമാകുകയാണ്, ഞാനൊരു പുതിയ മനുഷ്യനാവുകയാണ് എന്ന ചിന്തയാണ് ഈ സദസ്സിൽ നിന്ന് നാം സ്വീകരിക്കേണ്ടത്, എന്ന പ്രതിജ്ഞയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുഖമായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ റമളാനെ കുറിച്ച് എന്താണ് സൂചിപ്പിച്ചതെന്ന് പരിശോധിച്ചു നോക്കാം. ഞാൻ ഓതിവെച്ച ആയത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ എന്ന് പറയുന്ന മാസത്തിന്റെ പവിത്രത ഒറ്റ ഒരു കാരണമാണ്. ഏതാണ് ആ കാരണം? അതിനുവേണ്ടിയാ നിങ്ങൾ ഓരോ മാസവും ഒരുമിച്ച് കൂടുന്നത്. അതിനുവേണ്ടിയാണ് മഹാന്മാരായ ഉലമാക്കളെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നത്. അതിനുവേണ്ടിയാണ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഈ മനോഹരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയത്. നിങ്ങൾ സംഘടിച്ചതൊരു ബാനറിന്റെ കീഴിലാണ്. ഖുർആൻ സ്റ്റഡി സെന്ററാണ്. ഖുർആനെ പഠിക്കാൻ വേണ്ടിയാണ്. അതാ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ശഹ്റു റമളാൻ. റമളാൻ എന്ന് പറയുന്ന മാസം അതിന്റെ പ്രത്യേകത എന്താണ്? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത്. അതാണ് അതിന്റെ പ്രത്യേകത. ഖുർആന്റെ വാർഷികമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഘോഷിക്കാൻ വേണ്ടി മുസ്ലിം ഉമ്മത്തിന്. അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ വാർഷികം തന്നെ ആഘോഷിക്കാൻ വേണ്ടി നിങ്ങൾ ലക്ഷങ്ങളെ മുടക്കാൻ മുന്നോട്ട് വരുമ്പോൾ, അതിനുവേണ്ടി വിഐപികളെ ക്ഷണിച്ചപ്പോൾ ആ ഖുർആൻ അവതരിച്ച മാസത്തിന് അല്ലാഹു തആല എന്തോ ഒരു ബഹുമാനമാണ് നൽകിയിരിക്കുന്നത്. ഉൻസില ഫീഹിൽ ഖുർആൻ. അതിൽ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാണ് ആ മാസത്തിന്റെ ഏറ്റവും വലിയ പവിത്രത. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഖുർആന്റെ പ്രത്യേകത? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടിയാണ്? ഹുദൽ ലിന്നാസ്. അത് ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ പ്രഭാഷണ നിർവഹകരും ആദരണീയനായ MLA അടക്കം സൂചിപ്പിച്ചത് അസ്വസ്ഥത നിറഞ്ഞ ചില വാക്കുകളാണ്. പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിലെ മുസ്ലിം യുവാക്കളും കൗമാരക്കാരും അബദ്ധസഞ്ചാരത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ മുസ്ലിങ്ങളല്ലാത്ത സഹോദരന്മാരെക്കുറിച്ച് സഹോദരിമാരെക്കുറിച്ച് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ്? മുസ്ലിം ഉമ്മത്ത് തന്നെ അബദ്ധസഞ്ചാരത്തിലാണ്. അവിടെയാണ് ഖുർആന്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്.
കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ലോകത്ത് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്മാർഗമാണ്, മറ്റേത് ഇബ്ലീസിന്റെ ദുർമാർഗമാണ്, ദലാലത്തിന്റെ മാർഗമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇബ്ലീസ് ദുർമന്ത്രങ്ങളുമായി ഓരോ മനുഷ്യനെയും സമീപിക്കും. എത്രത്തോളം? ശരീരത്തിലൂടെ നരമ്പിലൂടെ രക്തമൊഴുകുന്നത് പോലെ ആ ഞരമ്പുകളിലൂടെ പിശാചിന് കടന്നു പോകാൻ കഴിയുമെന്ന് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും അവൻ വിടൂല. ഒരാള് ബനു ഇസ്രായേലിൽ 220 കൊല്ലം ജീവിച്ചൊരു വലിയ പണ്ഡിതൻ, സാധാരണക്കാരനല്ല. 220 കൊല്ലം ജീവിച്ച ബർസീസ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ എണ്ണം തന്നെ മഹാത്ഭുതമാണ്. 60,000 ശിഷ്യന്മാർ. 60,000 ശിഷ്യന്മാരുള്ള ബർസീസ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനെ കുറിച്ച് വാനലോകത്തുള്ള മാലാഖമാർക്ക് പോലും അത്ഭുതമാണ്. അവർ പരസ്പരം അമ്പിയാക്കളോളം ഉയർന്ന മഹാൻ എന്നൊക്കെ പറയുമ്പോൾ രാജാതിരാജനായ റബ്ബ് അവരോട് ചോദിക്കുന്നു, ഓ മാലാഖമാരെ, ആ മനുഷ്യന്റെ പര്യവസാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയുമോ? വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്, വലിയ മഹാനാണ്, 10,000-കണക്കിന് ശിഷ്യന്മാരുടെ ഗുരുവര്യനാണ്. പക്ഷേ ആ മനുഷ്യന്റെ അവസാനത്തെക്കുറിച്ച് വല്ലതും അറിയുമോ? മാലാഖമാർ ഒന്നടങ്കം പറയുകയാണ്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചതല്ലാത്ത ഒന്നും അറിയില്ല തമ്പുരാനേ. എങ്കിൽ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ആ കാലഘട്ടത്തിൽ ഇബ്ലീസിന്റെ ജോലി എന്താണെന്നറിയുമോ? ആകാശ ലോകത്തുള്ള അർശിനെ ചുറ്റുന്ന മാലാഖമാർ പോലും വിഷയാസ്പദമാക്കുന്ന, ചർച്ചയ്ക്ക് പാത്രീഭവിപ്പിച്ച ഈ മനുഷ്യനെ ഒന്ന് വഴിപിഴപ്പിക്കാൻ 24 മണിക്കൂറും ഇൽമുമായി ജീവിക്കുന്ന 60,000-ഓളം ശിഷ്യഗണങ്ങളെ ഈ ലോകത്തേക്ക് സമർപ്പിച്ച ബർസീസ എന്ന് പറയുന്ന ആലിമിനെ ഒന്ന് വഴിപിഴപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റി. അവസാനം ഇബ്ലീസ് എന്താണ് ചെയ്തത്? ഒരു മനുഷ്യന്റെ കോലത്തിൽ ചെല്ലുകയാണ്. ബർസീസയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ ശിഷ്യനാകാൻ ആഗ്രഹമുണ്ട്. ബർസീസ സ്വീകരിക്കുന്നു. 3 ദിവസം ബർസീസയുടെ കൂടെ ജീവിച്ചു. പകൽ സമയത്ത് നോമ്പിലാണ് ബർസീസ, രാത്രിയിൽ ആരാധനയിലാണ് ബർസീസ. പക്ഷേ നോമ്പ് തുറക്കാൻ നേരമാകുമ്പോൾ പുതിയ ശിഷ്യൻ നോമ്പ് മുറിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. പകൽ സമയത്ത് അനുഷ്ഠിച്ച നോമ്പോടുകൂടെ രാത്രിയിൽ ആരാധനയിലാണ്. ഒരുപോലെ കണ്ണടക്കാതെ നിസ്കാരത്തിലാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാതെ 3 നാൾ നോമ്പ് നോൽക്കുകയാണ്. ഗുരുവിന് മഹാത്ഭുതം. പുതിയ ശിഷ്യനരികിലേക്ക് വിളിച്ചു, നിങ്ങളാരാണ്? ഇതെന്തൊരത്ഭുതമാണ്. 3 നാള് ഭക്ഷണം കഴിക്കാത്ത മനുഷ്യനോ, 3 നാള് ഉറങ്ങാതെ ആരാധന നിർവഹിച്ച മനുഷ്യനോ? ഇബ്ലീസിന്റെ മറുപടി, പ്രിയപ്പെട്ട ഉസ്താദേ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയവനാണ്. ആ തെറ്റിനെ കുറിച്ചോർക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, ഒരുപോലെ കണ്ണടക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാനെപ്പോഴും പരവശനാണ്, വലിയ തെറ്റ് ചെയ്തവനാണ്. നിങ്ങൾക്കും ഇതുപോലെ വെള്ളം കുടിക്കാതെ രാത്രിയിൽ ഉറങ്ങാതെ പരിപൂർണമായി അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണോ? നിങ്ങളും ഒരു പരിപൂർണമായി ഇയാളെപ്പോലെ, ഈ പുതിയ ശിഷ്യനെ പോലെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ജീവിക്കുക, ഒരുപോലെ കണ്ണടക്കാതെ പരിപൂർണമായി രാത്രി സമയം മുഴുവൻ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ആരാധനയിൽ മുഴുകുക. ആലോചിക്കണ അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മളെപ്പോലെ സിനിമയും സീരിയലും കാണാനല്ല, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. പകൽ സമയത്ത് നോമ്പ് നോൽക്കാൻ, മുറിക്കാതെ നോമ്പ് നോൽക്കാൻ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് അങ്ങനെ ഒരു ശറഇല്ല കേട്ടോ. നോമ്പ് മുറിക്കാതെ നോമ്പ് നോൽക്കാൻ നമുക്ക് അവകാശമില്ല. ഇത് ബനൂ ഇസ്രായേലിലെ കഥയാണ് പറയുന്നത്.
അവസാനം ബർസീസ തീരുമാനിച്ചു, ഒരു തെറ്റു ചെയ്തു കളയാം. എന്ത് തെറ്റാണ് ചെയ്യുക? ഈ ശിഷ്യൻ തന്നെ പറഞ്ഞുകൊടുത്തു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരിക്കൽ മാത്രം ഒന്ന് വ്യഭിചരിക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വെറുക്കുന്ന ഒരു കുറ്റമാണ് വ്യഭിചാരം, ഞാൻ ചെയ്യൂല. നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് വലിയ തൗബയുണ്ടാക്കും, വലിയ പശ്ചാത്താപമുണ്ടാക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹറാമാക്കിയ ഒരു ശരീരത്തെ ഞാൻ കൊല്ലൂല. ഒരുപേക്കാൾ ലളിതമായിരിക്കുന്നൊരു കാര്യമാണല്ലോ മദ്യപാനം എന്നുള്ളത്. വർത്തമാന കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരോട് സാന്ദർഭികമായി ജ്ഞാപിക്കട്ടെ, കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി വരുമ്പോൾ ഞാൻ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് വായിച്ചു, ചാലക്കുടി എന്നാണ്. നിങ്ങളുടെ സമീപത്താണല്ലോ ചാലക്കുടി. എല്ലാ കൊല്ലവും വാർത്താ മാധ്യമങ്ങളിൽ ന്യൂ ഇയർ ആഘോഷിച്ചതിന്റെ കണക്ക് വരുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ചാലക്കുടിയെയാണ് ഞങ്ങൾ വായിച്ചെടുക്കാറുള്ളത്. ചാലക്കുടിയുടെ പ്രാന്തപ്രദേശത്ത് ജീവിക്കുന്ന എറണാകുളം ജില്ലയിലെ ആലുവയിലെ ഈ പ്രാന്തപ്രദേശത്തുള്ള ചെറുപ്പക്കാരെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ സ്ഥിതിഗതികൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ, യാതൊരു ഹറാമാണെന്ന ചിന്തയുമില്ലാതെ മദ്യത്തിന്റെ മദിരാക്ഷിയുടെ വൃത്തികേടിന്റെ പിന്നാലെ മുസ്ലിം സമുദായം പോകുന്നതിന്റെ ഒരു നേർപ്പഴിപ്പാണല്ലോ ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചത്. മയക്കുമരുന്നിന്റെ പിന്നിൽ പോലും ഈ പ്രദേശത്തുകാരാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതം ഏറ്റവും കൂടുതൽ വെറുത്ത, ഏറ്റവും ഭയാനകമായി വിലക്കിയിരിക്കുന്ന തെറ്റാണ് മദ്യവും മയക്കുമരുന്നും. അള്ളാഹുവിന്റെ പരിശുദ്ധ നബി എന്താണ് പറഞ്ഞത്? ഷുർബുൽ ഹംർ, കള്ളുകുടി എന്ന് പറഞ്ഞാൽ മിഫ്താഹു കുല്ലി ശർർ, എല്ലാ തിന്മയുടെയും താക്കോലാണ്. മദ്യമെല്ലാ തിന്മയുടെയും മാതാവാണ്. മദ്യപാനമെല്ലാ തിന്മയുടെയും താക്കോലാണ്. ബർസീസ എന്ന് പറയുന്ന പണ്ഡിതൻ തീരുമാനിച്ചു എങ്കിൽ ഒരു കപ്പ് കള്ള് കുടിക്കാം. അതിനാരോരും കാണാതെ, ആരും പരിചയമില്ലാത്ത ഒരുപാട് അകലങ്ങളിലുള്ള ഗ്രാമത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഗ്രാമത്തിലെത്തിപ്പെട്ടു ചുറ്റും നോക്കി, തന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്റെ പരിചയക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്റെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ? ഇല്ല. അപരിചിതന്മാര് മാത്രം താമസിക്കുന്ന ഗ്രാമത്തിന്റെ അകത്തേക്ക് കയറി ചെന്നുകൊണ്ട് ഒരു മദ്യശാലയിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. അവിടെ ആരാണുള്ളത്? സപ്ലയർ, ഒരു സുന്ദരിയായ, കാണാൻ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു മദ്യം വിളമ്പിക്കൊടുക്കുന്നത്. അവൾ മദ്യമൊഴിച്ചു കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായി ബർസീസ എന്ന് പറയുന്ന 60,000 ശിഷ്യന്മാരുടെ ഉസ്താദായ വാനലോകത്തുള്ള മാലാഖമാർ പോലും അത്യത്ഭുതത്തോടുകൂടെ നോക്കുന്ന ബർസീസ അതാ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഒരു കപ്പ് മദ്യം വാങ്ങി അങ്ങോട്ട് കഴിച്ചതേയുള്ളൂ. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ബുദ്ധി അങ്ങോട്ട് മരവിച്ചുപോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ അനുഗ്രഹീതമായ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചുപോയി. പരിസരം മറന്നു. തന്റെ ശരീരത്തിലേക്ക് അരിച്ചിറങ്ങി വരാൻ തുടങ്ങിയ വികാരം ശമിപ്പിക്കുവാൻ ആരാണോ മദ്യമൊഴിച്ചു കൊടുത്തത്, ആ സുന്ദരിയായ പെണ്ണിനെ തന്നെ ഉപയോഗിച്ചു. നിങ്ങൾ ആദ്യം വ്യഭിചരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ നഊദു ബില്ലാ, അല്ലാഹു തആല വല്ലാതെ വെറുക്കുന്ന കുറ്റമാണെന്ന് പറഞ്ഞ ആ തെറ്റും അതാ ബർസീസ ചെയ്യുകയാണ്. തന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് കണ്ടുകൊണ്ട് ആ പെണ്ണിന്റെ ഭർത്താവ് കടന്നു വരുമ്പോൾ രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ലാത്തതിനാൽ കയ്യിൽ കിട്ടിയ ആയുധം കൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെ കുത്തിയങ്ങ് കൊന്നുകളയുകയാണ്. 3 തെറ്റും അയാൾ ചെയ്തു. ആദ്യം ചെയ്തത് ഈ പെണ്ണിനെ വ്യഭിചരിക്കലായിരുന്നുവെങ്കിൽ ഈ 3 തെറ്റും ചെയ്യുമായിരുന്നില്ല. ഇയാളെ കൊല്ലലായിരുന്നുവെങ്കിൽ ഈ 3 തെറ്റും ചെയ്യുമായിരുന്നില്ല. 3 തെറ്റ് ചെയ്യാൻ കാരണം അതാണ്, മദ്യപാനമാണ്. മദ്യമെല്ലാ തിന്മയുടെയും താക്കോലാണ്. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മദ്യപിച്ചു, ആ പെണ്ണിനെ വ്യഭിചരിച്ചു, അവളെ കൊന്നുകളഞ്ഞു. നാട്ടുകാരറിഞ്ഞു. അതാ നിയമത്തിന്റെ മുമ്പിലേക്ക് ബർസീസ എന്ന പണ്ഡിതനെ കൊണ്ടുവരികയാണ്. അതിലും വലിയൊരു അപമാനം ഇനി എന്താണ് സഹിക്കാനുള്ളത്? ശിഷ്യന്മാര് കാണേ മക്കളുടെ ഭാര്യയുടെ മാതാപിതാക്കളുടെ മധ്യത്തിൽ വെച്ച് ബർസീസ എന്ന് പറയുന്ന ലോക പണ്ഡിതന്റെ കഴുത്തിലേക്കതാ കയറ് കുരുക്കാൻ വേണ്ടി വരുമ്പോൾ പിശാച് കടന്നു വരികയാണ്. ബർസീസ, ഞാനാണെന്ന് നിങ്ങളുടെ മുമ്പിൽ ശിഷ്യനായി വന്നത്,
എന്റെ ലക്ഷ്യം നിങ്ങളെ വഴിപിഴപ്പിക്കലാണ്. ഒരുപാട് കൊല്ലമായി വാനലോകത്തുള്ള മാലാഖമാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ട് അങ്ങ് ചെയ്യുന്ന ആരാധനകളിൽ അസൂയ കൊണ്ടുകൊണ്ടാണ് എന്റെ അവസാനത്തെ പരിശ്രമം ഞാൻ നടത്തിയത്. നിങ്ങൾക്ക് രക്ഷപ്പെടണോ ബർസീസ? നിനക്ക് രക്ഷ വേണോ? നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് എനിക്കല്ലാതെ കഴിയില്ല. സാക്ഷാൽ ഇബിലീസാണ് ഞാൻ. അവിടെ നിന്ന് തുറന്നങ്ങട്ട് പറഞ്ഞു, ഇബിലീസ്, സാക്ഷാൽ ഇബിലീസാണ് ഞാൻ. രക്ഷ വേണോ? എങ്കിൽ എന്റെ മുമ്പിൽ ഒരു സുജൂദ് എന്റെ മുമ്പിൽ ചെയ്താൽ നിന്നെ ഞാൻ സുന്ദരമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ബർസീസ. അതാ ജീവനിൽ ജീവിച്ച് കൊതിതീരാ ബർസീസ അവസാനം അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ആരാധനകളും ഫലം ചെയ്തില്ല. ലോകത്തിന്റെ ശത്രുവായ ലഅനത്താക്കപ്പെട്ട പിശാച് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ മുമ്പിൽ അതാ ബർസീസ എന്ന് പറയുന്ന ബനൂ ഇസ്രായേലിലെ മഹാപണ്ഡിതൻ സുജൂദ് ചെയ്യുകയാണ്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബർസീസ പറയുന്നു, ഇബ്ലീസ് പറയുകയാണോ, ബർസീസ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്, ഈ ഒരു കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ അധ്വാനിച്ചതെന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ നരകത്തിൽ വെച്ച് കണ്ടുമുട്ടായെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു പോകുമ്പോഴേക്ക് ബർസീസയുടെ കഴുത്തിൽ തൂക്കുകയറി കുരുങ്ങിപ്പോയി. തൗബയില്ലാത്ത മഹാപാപം ചെയ്യപ്പെട്ടുകൊണ്ട് അൽ-ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിനോടൊരു വസ്തുവിനെ പങ്കു ചേർക്കൽ അല്ലാഹു പൊറുക്കാത്ത പാതകമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ ഇൽമു ഫലം ചെയ്തോ? ബർസീസക്ക് ആരാധന ഫലം ചെയ്തോ? 60,000 ശിഷ്യന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ ഫലമുണ്ടായോ? ആകാശത്തെ മാലാഖമാർ പോലും അടക്കിപ്പറച്ചിൽ അദ്ദേഹത്തിന്റെ മഹാത്മത്തെക്കുറിച്ചായിരുന്നുവെങ്കിൽ അവസാനം മുശ്രിക്കായി കാഫിറായി ചത്തുപോകേണ്ട ഗതികാണ് ബർസീസക്കുണ്ടായതെങ്കിൽ ഇബ്ലീസ് ക്ഷണിക്കും ദലാലത്തിന്റെ മാർഗത്തിലേക്ക്. എന്നെ ക്ഷണിക്കും, നിങ്ങളെ ക്ഷണിക്കും. നമ്മുടെ ശരീരത്തിലെ രക്തമൊഴുകുന്ന ധമനികളിലൂടെ എവിടം വരെ വരും? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരിക്കുന്ന സമയത്തതാ പിശാച് പിണക്കിണഞ്ഞ് പരിശ്രമിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അവന് സമ്മതിക്കൂല. ഒരു കപ്പ് വെള്ളവുമായി അവൻ വരികയാണ്. ലോകത്തുള്ള സകല കടലുകളിലെ വെള്ളവും കുടിച്ചു വറ്റിക്കാനുള്ള മഹാദാഹമുണ്ടാകുന്ന സമയത്ത് ഇബ്ലീസ് വന്നുകൊണ്ട് ദാഹിക്കുന്ന സമയത്തതാ പറയുകയാണ്, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മജ്ലിസുന്നൂറിൽ നമ്മൾ മനോഹരമായി പാരായണം ചെയ്തല്ലോ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ കൂസിനെ തട്ടിമാറ്റിയിട്ട് മുഅ്മിനീങ്ങൾ നൽകുന്ന വെള്ളം കുടിച്ചിട്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ റഹ്മാനായ റബ്ബേ, സദുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുന്ന് പരാജയപ്പെട്ടാലും ഇബ്ലീസ് പിന്തിരിയൂല. ഖബറിലേക്ക് അവൻ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിലേക്ക് ഉമ്മ വരില്ല, ബാപ്പ വരില്ല, ഭാര്യ വരില്ല, ഭർത്താവ് വരില്ല. ലഅനത്താക്കപ്പെട്ട പിശാച് അവിടേക്ക് വരും. മഹാന്മാരായ മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം വന്നിട്ട് മൻ റബ്ബുക, നിന്റെ റബ്ബാരാന്ന് ചോദിക്കുമ്പോൾ അവിടെ പേടിച്ച് വറങ്ങലിച്ചു നിൽക്കുമ്പോൾ പിശാച് വന്ന് പറയുകയാണ്, ഞാനാണെന്ന് പറ ഏ സഹോദരാ, എന്റെ കൂട്ടുകാരാ, എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കൂ സഹോദരാ. ഭയത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അമരുമ്പോൾ, പേടിയുടെ മഹാസമുദ്രത്തിൽ നീങ്ങുമ്പോൾ, രക്ഷയ്ക്കു വേണ്ടിയിട്ട് കൈനീട്ടുമ്പോൾ ഇവനെ രക്ഷിക്കുമെന്ന മോഹത്താൽ അങ്ങ് കൈ ചൂണ്ടിയാൽ സുബ്ഹാനല്ലാഹ്, ആ മഹാന്മാരായ മാലാഖമാരുടെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ടുള്ള അടിയാണ്, മർദ്ദനമാണ്. 7 ഭൂമിയും പിളർന്നടിയിലേക്ക് താഴ്ന്നു പോകുന്ന വേദനയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവിടെയും പിശാച് വിടൂല. പിശാച് ദലാലത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കും. എന്നാൽ അതാ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വഴി നടത്താൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തയച്ച ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ പരിശുദ്ധമായിരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഹുദൽ ലിന്നാസ്, ജനങ്ങളെ ഹിദായത്തിലാക്കലാണ് ഖുർആന്റെ ജോലി.
അതേപോലെ തന്നെ അതാ ഖുർആൻ പറയുകയാണ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. സത്യവും അസത്യവും വേർതിരിച്ചറിയിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥമായ സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. യഥാർത്ഥമായ വഴി കാണിച്ചു കൊടുക്കും. മഹാത്ഭുതമാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ കാര്യം. മഹാത്ഭുതമാണ്. അത് വാട്സപ്പിൽ ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പുണ്ട്. മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടി ചാനലുകാരന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, ഞാനൊരു മുസ്ലിം ഫാമിലിയിൽ പിറന്ന പെണ്ണാ, പക്ഷെ ഞാനിപ്പോൾ മുസ്ലിമല്ല, എനിക്ക് മതമില്ല, ഞാൻ 1 മുതൽ 10 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിക്കുക, അവള് പറയാണ്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ചില സമയത്ത് തൊടാൻ പാടില്ലെന്ന്. എന്നെ 1 മുതൽ 10 വരെ ഞാനത് തൊടും. അത് കേവലം ഒരു പുസ്തകം മാത്രമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിവരമില്ലാത്തവളല്ല. യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ധാരാളം ആളുകൾ ശുദ്ധമായിരിക്കുന്ന ഗ്രന്ഥം കൊണ്ട് പിഴച്ചു പോകും. പിന്നെയാണ് അല്ലാഹു തആല യഹ്ദി ബിഹി കസീറ. അതുകൊണ്ട് പിന്നെ പറഞ്ഞു ധാരാളം ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കും. അല്ലാഹു ഒരു ചിന്ത വളർന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് ഓരോ ദിവസവും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് ഓരോ ദിവസവും മഹാത്ഭുതങ്ങൾ കാണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അകക്കണ്ണ് തുറന്നൊന്ന് നോക്ക് സഹോദരാ. 1970കളിൽ ലോകത്തിന്റെ രോമാഞ്ച കഞ്ചുകമായി പാട്ടുകച്ചേരിയുടെ രാജകുമാരനായി വാണരുണ്ടിരുന്ന ഒരു പോപ്പ് സംഗീതജ്ഞനായിരുന്നില്ലേ കീറ്റ് സ്റ്റീവൻ? അല്ലേ? കീറ്റ് സ്റ്റീവൻ എന്ന് കേട്ടാൽ ഇന്ന് നാം ധാരാളം പാട്ട് കേൾക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ കാണാം. മൈക്കൽ ജാക്സൺ ഒരു പാട്ടുകാരനായിരുന്നു. അതേപോലെ തന്നെ ധാരാളം പോപ്പ് സംഗീതജ്ഞന്മാരും ഗ്രാമീണ സംഗീതജ്ഞന്മാരും ധാരാളം ക്ലാസിക് സംഗീതജ്ഞന്മാരുമൊക്കെ ഇന്ന് ഇഷ്ട കഥാപാത്രങ്ങളായി, ഇഷ്ട പുരുഷന്മാരായി, ഇഷ്ട സ്ത്രീകളായി നമ്മുടെ കൗമാര പ്രായക്കാർ നെഞ്ചേറ്റി നടക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ കൗമാര തുടിപ്പായിരുന്നു കീറ്റ് സ്റ്റീവൻ. ലോകമാദരിച്ചു. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് ഒരുമിച്ച് കൂടുക. അത്ര മാധുരി ആസ്വദിക്കാൻ വേണ്ടി ദിഗ്ധാത്ത ജീവിതമായിരുന്നു കീറ്റ് സ്റ്റീവന്റേത്. പാട്ടുകച്ചേരിക്ക് പോകുമ്പോൾ തന്നെ കുടിച്ചു പൂസായിട്ട് ആ സ്റ്റേജിലേക്ക് പോവുക. അത് കഴിഞ്ഞാൽ 21 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ തരുണീമണികളുടെ കൂടെയാണ്, അപ്സരസുകളുടെ കൂടെയാണ് രാത്രി ശയന പോലെ പോവുക, നിദ്ര കൊള്ളാൻ വേണ്ടി പോവുക. ആര് അതിർത്തി കടന്നാലും, ആര് റബ്ബിന്റെ അതിര് ലംഘിച്ചാലും അവരെ അല്ലാഹു തആല ഒരു പിടുത്തം പിടിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന അഖദഹു ശദീദ്. അവന്റെ പിടുത്താവട്ടെ ഒരു കഠിനമായ പിടുത്തമാണ്. കീറ്റ് സ്റ്റീവനെയും പിടിച്ചു അല്ലാഹു തആല. ഒരു നാൾ ലക്ഷങ്ങൾ പങ്കെടുത്ത ഗാനക്കച്ചേരിയിൽ പോയി പാടാൻ വേണ്ടിയിട്ട് മൈക്ക് കയ്യിൽ പിടിച്ച് വിശാലമായിരിക്കുന്ന സ്റ്റേജിലേക്ക് കയറിയിട്ട് പാട്ട് തുടങ്ങാൻ നേരത്ത് ലക്ഷാംഗത്തിൽ ഉഖരായി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കീറ്റ് സ്റ്റീവൻ ഒന്ന് മൈക്കോണാക്കിയിട്ടൊന്ന് തൊണ്ടനക്കിയതാണ്. പക്ഷെ ഒരക്ഷരം പാടാൻ കഴിയുന്നതിന് മുമ്പ് ബോധരഹിതനായി അവിടെ വീണുപോയി. പാട്ട് കേൾക്കാൻ വന്നവരെല്ലാവരും സങ്കടത്തോടുകൂടെ കരയാൻ തുടങ്ങി. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ബോധം തെളിയുന്നില്ല. വലിയ വലിയ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ബ്രിട്ടനിലെ. അവസാനം ഡോക്ടർമാർ രോഗം സ്ഥിരീകരിച്ചു. മാരകമായ ക്യാൻസറാണ്. ശരീരത്തിന്റെ അകത്ത് മാരകമായ ക്യാൻസറിന്റെ അണുക്കളാണ്. ക്രിസ്തുമത വിശ്വാസിയായ കീറ്റ് സ്റ്റീവന്റെ മാതാപിതാക്കള് യേശു ക്രിസ്തുവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദേവാലയങ്ങളിൽ നേർച്ചകൾ നേരാൻ തുടങ്ങി. മെഴുകുതിരി വട്ടത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ആരാധ്യർ മുഴുവനും അതാ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ല.
ഒരു മാറ്റവും. എല്ലാ ചികിത്സയും അവസാനിപ്പിച്ചുകൊണ്ട് വൈദ്യശാസ്ത്രം അതാ പത്തിമടക്കുന്നു. ഇനി കീറ്റ് സ്റ്റീവനെ ചികിത്സിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഇനി ഒരു മരുന്നും ഫലിക്കില്ല. പരിപൂർണമായി അബോധാവസ്ഥയിൽ കിടക്കുന്ന കീറ്റ് സ്റ്റീവന്റെ മാതാപിതാക്കളെ ഡോക്ടർമാർ വിളിച്ചുകൊണ്ട് പറയാ, നിങ്ങൾക്ക് കൊണ്ടുപോകാം, ഇനി ഒരു ചികിത്സ ഇവിടെ ഇല്ല. പറ്റുമെങ്കിൽ ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി ആത്മീയ ചികിത്സകൾ ചെയ്തോളൂ, ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തോളൂ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു പോയ മാതാപിതാക്കൾ കീറ്റ് സ്റ്റീവൻ എന്ന പാട്ടുകാരന്റെ ശരീരത്തെയും താങ്ങിയെടുത്തുകൊണ്ട് മൃതപ്രജ്ഞനായി സൗരന്റെ ശക്തിയുണ്ട് തങ്ങളുടെ വിശാലമായ കൊട്ടാര സമാനമായ വില്ലയിൽ കൊണ്ടുപോയി ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മാതാപിതാക്കൾ ദുഃഖിച്ചിരിക്കുമ്പോ അവരുടെ വേദഗ്രന്ഥമൊന്ന് പാരായണം ചെയ്തൊരു മാറ്റമില്ലയുടെ നാവിൻ തുമ്പിലൂടെ പുറത്തേക്ക് വരുന്നത് കേൾക്കുമ്പോൾ മനുഷ്യ മനസ്സുകൾക്ക് മുഴുവൻ കുളിരണിയുകയാണ്. ഒന്ന് കൊണ്ടുവന്ന് പരീക്ഷിച്ചു നോക്കിയാലോ, ഇവര് വെള്ളക്കാരാണ്. ബ്രിട്ടനിലും അമേരിക്കയിലും കറുപ്പിന്റെയും വെളുപ്പിന്റെയും പേരിൽ മനുഷ്യർക്കിടയിൽ മതിൽക്കെട്ടുകൾ ഇപ്പോഴും നമ്മൾ കാണുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവിധ വംശീയ വെറിയും മാറ്റിവെക്കാൻ കീറ്റ് സ്റ്റീവന്റെ മാതാപിതാക്കൾ അങ്ങ് തീരുച്ചു. ആർത്ത കുഞ്ഞിനെ കൊണ്ടുവന്നു. കറുത്ത ആ നീഗ്രോ കുട്ടി വന്നിട്ടങ്ങ് പാരായണം ചെയ്യുകയാണ്. എന്താണെന്ന് അവർക്കറിയില്ലെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അർ-റഹ്മാൻ സൂറത്ത്, ആ പരിശുദ്ധമായ ഖുർആൻ നാം തുമ്പിലൂടെ വന്നപ്പോൾ കീറ്റ് സ്റ്റീവൻ എന്ന മരണത്തോട് മല്ലടിക്കുന്ന ആ ചെറുപ്പക്കാരന് യാതൊരു ഭാവമാറ്റവുമില്ലെങ്കിലും കേൾക്കുന്ന മാതാപിതാക്കൾക്കൊരു മഹാത്ഭുതം കേൾക്കുന്നത് പോലെ എന്തോ ഒരു ശ്രവണസുന്ദരമാണ്, എന്തോ ഒരു വശ്യതയാണ്. ഇത് ഇംഗ്ലീഷിലെ പോപ്പുഗാനമല്ലല്ലോ, ഇത് ഹിന്ദിയല്ലല്ലോ, തമിഴല്ലല്ലോ, കന്നഡയല്ലല്ലോ, മലയാളമല്ലല്ലോ. മനസ്സിന്റെ അകത്തേക്ക് കുളിർമഴ പെയ്തിറങ്ങുന്നത് പോലെ, അതാ സങ്കടക്കടൽ മുഴുവൻ ഉരുകിപ്പോകുന്നത് പോലെ, മനസ്സിന്റെ ആ വലിയ സങ്കടത്തിന്റെ ഭാണ്ഡം മുഴുവൻ ഇറക്കി വെക്കുന്നത് പോലെ മാതാപിതാക്കൾക്ക് അങ്ങ് അനുഭവപ്പെട്ടപ്പോൾ, നീ ഇവിടെ താമസിച്ചോ, ഞങ്ങൾക്കിത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ആ കുഞ്ഞുമോൻ കീറ്റ് സ്റ്റീവന്റെ തലയുടെ ബോധം കെട്ട് കിടക്കുന്ന കീറ്റ് സ്റ്റീവന്റെ തലയുടെ അരികിൽ വെച്ച് ഖുർആൻ ഓതി. ഏതാനും ദിവസം മാത്രം കഴിയുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം മുഴുവൻ ഇതാ മരിച്ചു എന്ന് വിധിയെഴുതിയ കീറ്റ് സ്റ്റീവന്റെ കണ്ണ് മെല്ലെ മെല്ലെ തുറന്നു വരികയാണ്. ഒരു ചികിത്സയും ചെയ്യുന്നില്ല, ഒരേ ഒരു ചികിത്സ, ലോകത്തെ ഏറ്റവും വലിയ ചികിത്സയും അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ മാസ്മരികത. ഇതാ ലോകമേ കണ്ടോളൂ, ലോകമേ കേട്ടോളൂ. കീറ്റ് സ്റ്റീവന്റെ കണ്ണ് മെല്ലെ മെല്ലെ തുറന്നു വരികയാണ്. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മമ്മിയെ, ഡാഡിയെ, ചേട്ടന്മാരെ, അനുജന്മാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ കാണുകയാണ്. ഇളം പുഞ്ചിരി ആ ചുണ്ടിൽ വിടർന്നു വരികയാണ്. അത്ഭുതം, അതിനേക്കാൾ വലിയ സന്തോഷം. തുള്ളിച്ചാടുന്ന മാതാപിതാക്കളും ബന്ധുക്കളും. കീറ്റ് സ്റ്റീവൻ ഇരിക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. തുടർ ചികിത്സയ്ക്ക് വേണ്ടി സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെയുള്ള ഡോക്ടർ അബ്ദുള്ള അദ്ദേഹത്തെ ചികിത്സിച്ചു. 6 മാസം കൊണ്ട് പരിപൂർണമായി ആരോഗ്യം തിരിച്ചു കിട്ടിയ കീറ്റ് സ്റ്റീവൻ തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ ഇംഗ്ലീഷ് പരിഭാഷ തന്റെ വിശ്രമ ജീവിതത്തിന്റെ ഇടയിൽ അതാ കീറ്റ് സ്റ്റീവൻ ഖുർആന്റെ ആശയം ഇങ്ങനെ പഠിക്കുകയാണ്. അതിലൊരു സൂറത്ത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. പരിശുദ്ധമായ സൂറത്തു യൂസുഫ്, മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരിതമായ ഒരു ചർച്ചയുമില്ലാത്ത ആ പരിശുദ്ധമായ ചരിത്ര സംഭവം അദ്ദേഹം ഇങ്ങോട്ടിറങ്ങി. ആരായിരുന്നു യൂസുഫ്? അന്തരത്തിലെ ഇരുൾ മുറ്റിയ വലിയ ഒരു കുഴിയിൽ ഒരു കിൽക്കുണോയിട്ട് രക്ഷ വന്നു
ലോകത്തെ ഭരിച്ച മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ. കിടന്നുറങ്ങിയപ്പോഴും യൂസുഫിനെയാ സ്വപ്നം കാണുന്നത്. മനസ്സിന്റെ അകത്ത് മുഴുവൻ യൂസുഫ് നബിയുടെ കഥയാണ്. വിധത്തിലേക്ക് കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സതാ മാറ്റം സംഭവിക്കുകയാണ്. മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് സഹോദരിയുടെ ഖുർആൻ പാരായണം കേട്ടിട്ട് മാറിയതുപോലെ കിറ്റ് സ്റ്റീവൻ എന്ന പാട്ടുകാരന്റെ മനസ്സിലും ചാഞ്ചല്യം ചാഞ്ചാട്ടോൽ തന്റെ മാതാപിതാക്കളെ അരികിലേക്ക് വിളിച്ചു, അടുത്ത ബന്ധുക്കളെ അരികിലേക്ക് വിളിച്ചു. എന്നിട്ടൊരൊറ്റ പ്രഖ്യാപനം, ഇനി ഞാൻ ക്രിസ്ത്യാനിയല്ലോ, ഞാൻ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുന്ന യൂസുഫാണ്. എനിക്കറിയാം എന്റെ സഹോദരന്മാർ എന്നെ കാട്ടിലെറിയുമെന്ന്, എന്റെ മാതാപിതാക്കൾ എന്നെ പൊട്ടക്കിണറ്റിലെറിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ യൂസുഫാകുന്നത്. അന യൂസുഫുൽ ഇസ്ലാം. മാതാപിതാക്കൾ ആദ്യം അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് മകന്റെ പാതയിലേക്ക് അവരും വരികയാണ്. ഇന്നും കീറ്റ് സ്റ്റീവൻ മരിച്ചിട്ടില്ല കേട്ടോ. ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന കീറ്റ് സ്റ്റീവൻ യൂസുഫുൽ ഇസ്ലാമാണ്. അമേരിക്ക വിസ നിഷേധിച്ചു. കണ്ടില്ലേ യൂസുഫുൽ ഇസ്ലാമിന്റെ, അയാള് തീവ്രവാദിയാണ്, മുസ്ലിം തീവ്രവാദിയാണ്. അമേരിക്കയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിസ പോലും നിഷേധിച്ച കീറ്റ് സ്റ്റീവൻ ഇന്ന് യൂസുഫുൽ ഇസ്ലാമായി ലോകത്തിന് മുമ്പിൽ പരിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ അത്ഭുതകരമായ ഒരു തെളിവായി ജീവിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ. ഇനിയും തീരുന്നില്ല. നോക്കൂ നിങ്ങൾ, എന്താണ് അല്ലാഹുവിന്റെ ഖുർആൻ? നമ്മൾ പറയും നമ്മൾ ഖുർആന്റെ ആളാണ്, നമ്മൾ ഖുർആന്റെ ആളാണ്. സഹോദരന്മാരെ, എന്തറിയാൻ നോക്ക് പരിശുദ്ധമായിരിക്കുന്ന ഖുർആനെ കുറിച്ച്. മഹാത്ഭുതം എന്ന് പറഞ്ഞാൽ പഠിക്കുന്തോറും അത്ഭുതത്തിന്റെ മഹാസാഗരത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം. ലോകത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായോ വ്യംഗ്യമായോ പരാമർശിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം. എന്താണ് ഖുർആന്റെ പ്രത്യേകത? ഇൻഷാ അല്ലാഹ് ഖുർആന് പരിശുദ്ധമായിരിക്കുന്ന റമദാനിന് മഹത്വം വന്നത്, ഞാനതിലേക്ക് വരാം. പരിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ പ്രത്യേകത എന്താണ്? നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ, അതിൽ പറയാത്തൊരു കാര്യവുമില്ല. ആരാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ലോകത്തിന് നൽകിയത്? അവിടെയല്ലേ മഹാത്ഭുതം. ഏത് ഗ്രന്ഥവും പരിശോധിച്ചു നോക്ക്. ബൈബിൾ ഒന്നുകിൽ മാർക്കോസ്, അല്ലെങ്കിൽ ലൂക്ക, അല്ലെങ്കിൽ മത്തായി സുവിശേഷം, അതിന്റെ അവസാനം അതിന്റെ ഓദറുടെ പേരുണ്ടാകും. അല്ലേ? രാമായണം വാൽമീകിയാണ് എഴുതിയത്. അതേപോലെ വേറെയും ഒരുപാട് ആളുകൾ എഴുതിയിട്ടുണ്ട്. വ്യാസൻ എഴുതിയതാണ് മഹാഭാരതം. ലോകത്ത് ഇന്ന് മനുഷ്യൻ വായിക്കുന്ന സകല ഗ്രന്ഥങ്ങളുടെയും പിന്നിൽ ഒരു മനുഷ്യന്റെ വിരലുകൾ ചലിച്ചതിന്റെ കഥ പറയുന്നുണ്ടെങ്കിൽ ലോകത്തോട് നാം ചോദിക്കുകയാണ്, ഇന്ന് ലോകത്ത് മുഴുവൻ എല്ലാ സമയത്തും വായിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ വായിക്കപ്പെടുന്നത് എന്നാണ്. ലോകത്ത് 24 മണിക്കൂറും ഒരു ഗ്രന്ഥം പാരായണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു ഗ്രന്ഥവുമില്ല. ആ അള്ളാഹുവിന്റെ ഖുർആൻ എല്ലാ ഭാഷയിലും ലഭ്യമാണല്ലോ, നെറ്റിൽ ലഭ്യമാണല്ലോ, ലോകത്ത് മാർക്കറ്റിൽ ലഭ്യമാണല്ലോ, എല്ലാവരുടെ കൈവശവും ഉണ്ടാകുമല്ലോ. ഒന്ന് പറയുമോ ആരാണ് ഖുർആന്റെ ഓദറെന്ന്? ഈ മഹാത്ഭുതം പറയുന്ന ഗ്രന്ഥത്തിന്റെ ഓദർ ആരാണ്? എത്ര അവകാശികൾക്ക് വേണമെങ്കിലും മുന്നോട്ട് വരാം. അതിൽ പറയാത്തൊരു കാര്യവുമില്ലാത്തതുകൊണ്ട്, സയൻസ് പോലും അത്ഭുതത്തോടുകൂടെ വീക്ഷിക്കുന്ന ഗ്രന്ഥമായതുകൊണ്ട് ഒരാൾക്ക് അവകാശപ്പെടാലോ ഞാനാണ് ഇതിന്റെ കർത്താവെന്ന്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ ആരാണ് ലോകത്തിന് സമർപ്പിച്ചത്? അതാ പരിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, യാ അയ്യുഹന്നാസ്. നബിയേ ഖുർആൻ പറയാണ്, നബിയേ ഖുൽ, പറഞ്ഞുകൊടുക്കൂ നബിയേ, ലോകത്തോട് പറഞ്ഞുകൊടുക്കൂ നബിയേ, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, മുസ്ലിങ്ങളെ എന്നല്ല, ക്രിസ്ത്യാനികളെ, ഹിന്ദുക്കളെ, ജൂതന്മാരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ, ആദമിന്റെ ഹവ്വാഇന്റെ മക്കളെ, പേരക്കുട്ടികളെ,
യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നീ റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് കൊടുക്കൂ നബിയേ, ജമീആ, എല്ലാവരിലേക്കുമുള്ള ദൂതനാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള പ്രവാചകനല്ല, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി നിയോഗിതരായ പ്രവാചകരാണ്. ആരാണ്? അല്ലാഹു അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും പടച്ചത് അവനാണ്, അധികാരം അവനാകൂ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. യേശുക്രിസ്തു ദൈവമല്ല, മോസസ് ദൈവമല്ല, കൃഷ്ണൻ ദൈവമല്ല, രാമൻ ദൈവമല്ല, വിഷ്ണു ഈശ്വരനല്ല, ശിവൻ ഈശ്വരനല്ല, ഭദ്രകാളി കുട്ടിച്ചാത്തൻ ഈശ്വരന്മാരല്ല, ലാത്തയോ ഉസ്സയോ ഈശ്വരന്മാരല്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. എന്താണ് അവന്റെ പ്രത്യേകത? യുഹീ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, വയുമീത്, അവൻ തന്നെയാണ് മരിപ്പിക്കുന്നവനും. അതുകൊണ്ട് ഫആമിനൂ ബില്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുവീൻ, ലോകത്തുള്ള എല്ലാ അവന്റെ ദൂതരായ എന്നെ കൊണ്ട് വിശ്വസിക്കുവീൻ. അന്നബിയിൽ ഉമ്മിയേ, അന്നബിയിൽ ഉമ്മി, ഞാൻ ആരാന്നാ പറയുന്നത്? അല്ലാഹുവിനെ കുറിച്ച് ഇത്ര പറഞ്ഞതിന് ശേഷം അതാ നബിതങ്ങളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്. നബിതങ്ങൾ ഈ ലോകത്തോട് പറഞ്ഞുകൊടുനായ ഒരു LKG ക്ലാസ്സിലും പോയിരുന്നിട്ടില്ല, 1ാം ക്ലാസ്സിലെ ബെഞ്ചിൽ പോയിരുന്നിട്ട് സ്ലേറ്റിൽ അലിഫും ബാവും എഴുതി പഠിച്ചിട്ടില്ല, ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കിയിട്ടില്ല. അന്നബിയിൽ ഉമ്മീ, നിരക്ഷരനായ പ്രവാചകനാണ്. അല്ലദീ യുഅ്മിനു ബില്ലാഹി വ കലിമാതിഹി വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, അവന്റെ കലിമത്തുകൾ വാസ്തവമാക്കുന്ന ആ പ്രവാചകൻ നിരക്ഷരനായ പ്രവാചകനാണ്. വത്തബിഊഹു, നിങ്ങളെല്ലാവരും ആ പ്രവാചകനെ പിൻപറ്റുവീൻ. ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തിലാകാൻ വേണ്ടിയാണത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് വിശദീകരിക്കേണ്ട ആയത്താണ്, പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ ഇതിവിടെ പാരായണം ചെയ്തത്. നബി ആരാണ്? അന്നബിയിൽ ഉമ്മിയ്, അന്നബിയിൽ ഉമ്മിയ്. എന്താ ഉമ്മി എന്ന് പറഞ്ഞാൽ? എഴുത്തും വായനയും തീരെ പഠിച്ചിട്ടില്ല, ഒരു ഭാഷയിലെയും അക്ഷരങ്ങൾ അറിയില്ല അല്ലാഹുവിന്റെ പ്രവാചകർക്ക്. ആ നബിതങ്ങളാണ് അതാ മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ വെച്ച് സ്വഹാബാക്കൾ കോതിക്കേൽപ്പിച്ചു കൊടുത്ത ഒരായത്ത്. എന്റെ സഹോദരന്മാരെ മറന്നു പോകരുത്. ഏതാണ് ആയത്ത്? فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ. ഫിർഔനെ കുറിച്ചാണ് ഈ ആയത്ത്. അല്ലാഹു തആല ഓതി കേൾപ്പിച്ചു കൊടുത്ത, അല്ലാഹു തആല ഇറക്കി കൊടുത്ത ആയത്ത്. അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കണം. എന്താണ് ആയത്തിന്റെ ആശയം? ഫൽയൗമ, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബിയുടെ പിന്നാലെ സമുദ്രത്തിലേക്ക് ഇറങ്ങിയിട്ട് മൂസാ നബിയെ വിശ്വസിക്കുകയും കൊന്നുകളയാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ മൂസാ നബി അടിച്ചുണ്ടാക്കിയ വഴിയിലൂടെ ഫറോവയും കിങ്കരന്മാരും ഇറങ്ങിയപ്പോൾ മൂസാ നബിയും സംഘവും രക്ഷപ്പെട്ടു. ഫിർഔനെയും സംഘത്തെയും അല്ലാഹു തആല മുക്കിക്കൊന്നു കളഞ്ഞു. 10,000 സേനാംഗങ്ങൾ ഫിർഔന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തഫ്സീറിൽ കാണാം. ലോകത്തിന്റെ ശത്രു അല്ലാഹുവിന്റെ ശത്രുവായ ലഅനത്തുല്ലാഹി അലൈഹി ചെങ്കടലിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെയും കിങ്കരന്മാരെയും മുക്കിക്കൊന്നു കളഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫൽയൗമ, ഈ ദിവസം അഥവാ ഫറോവയെ മുക്കിക്കൊന്ന ദിവസം, നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ, ഏ ഫറോവ, ലോകത്തെ ഏറ്റവും വലിയ അഹങ്കാരിയാണ് ഫറോവ, ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയാണ് ഫറോവ എന്ന് ചില മനുഷ്യന്മാരെ കാണാറുണ്ട്. അതിന് മുടിയുടെ ഉള്ളിൽ നിന്നൊക്കെ ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കാറുണ്ട് ചില ദൈവങ്ങളൊക്കെ. ഞാൻ ദൈവമാണെന്ന് അവർക്ക് അവകാശമുള്ളൂ. പക്ഷെ ഫറോവയുടെ അവകാശം എന്തായിരുന്നു? അന റബ്ബുക്കുമുൽ അഅല, ഞാൻ ഏറ്റവും വലിയ ദൈവമാണ്, എന്നേക്കാൾ വലിയൊരു
സൂപ്പർ പവറുള്ള ദൈവം ലോകത്തില്ല. അത്രയും വലിയ ധിക്കാരിയായ ഫറോ ഇന്നത്തെ ദിവസം നിന്റെ ശരീരത്തെ രക്ഷപ്പെടുകയാണ്. നിന്റെ ശരീരത്തെ എന്തിനു വേണ്ടിയാണെന്നോ ലിതകൂന ലിമൻ ഖൽഫക ആയാ, നിനക്ക് പിന്നിൽ വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമാകാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ഭാവിയിൽ വരാൻ പോകുന്ന നിന്നെ പോലത്തെ അഹങ്കാരികളായ മുതകബ്ബിരീങ്ങളായ ആളുകൾക്കൊരു ധിക്കാരമാകാൻ വേണ്ടി ഫറോവ നിന്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കാതെ ഇതാ സുരക്ഷിതമാക്കി വെക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ രാജാതിരാജനായ റബ്ബങ്ങ് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറോവയെ കണ്ടിട്ടില്ല. ഫറോവയുടെ ജഡം മുത്തുനബി കണ്ടിട്ടില്ല. ഇത് ഓതിക്കൊടുക്കുന്ന മുത്തുനബി കണ്ടിട്ടില്ല. അത് കേട്ടുപഠിച്ച സ്വഹാബാക്കൾ കണ്ടിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഫറോവയെ കണ്ടുകിട്ടിയത്? അവിടെയാണ് ഖുർആന്റെ മഹാത്ഭുതം നാം കാണുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജീവിച്ച മോറിസ് ബുക്കായി വല്ല വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ, എവിടെയെങ്കിലും ഒരു തിന്മയുണ്ടോ ഒരു തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ തന്റെ ബുദ്ധിശക്തി അപാരമാണത് മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് പരിശോധിച്ചിട്ടും എവിടെയും അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു തെറ്റും കാണാൻ കഴിയാതെ ഇത് ദൈവീക ഗ്രന്ഥമാണെന്ന് മനസ്സിന്റെ അകത്തറിയാതെ വിശ്വസിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഈ ആയത്ത് അദ്ദേഹത്തിന്റെ മനസാന്തരത്തിലേക്ക് കടന്നു വരുന്നത്. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ, ഫറോവ നിന്റെ ശരീരത്തെ നശിപ്പിക്കാതെ നിന്റെ പിൻഗാമികളായ ആളുകൾക്ക് വേണ്ടി ഞാനിതാ സുരക്ഷിതമാക്കി വെക്കുകയാണ്. അപ്പൊ മോറിസ് ബുക്കായിക്ക് ഒരു സംശയം വന്നു. അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമാണെങ്കിൽ ഇതും യാഥാർത്ഥ്യമാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഫറോവയുടെ ജഡം എവിടെയോ ലോകത്ത് അവശേഷിപ്പുണ്ടാകണമല്ലോ. അദ്ദേഹം പരിശോധിച്ചു. ശാസ്ത്രകാരന്മാരെയും കൂട്ടിപ്പോയി ചെങ്കടലിന്റെ സമീപത്ത് പോയി ഖനനം ചെയ്തു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലമായി ലോകം കാണാതെ നമ്മുടെ വീട്ടിന്റെ അകത്തുള്ള കണ്ണട വെച്ച ഉമ്മാമ പോലും പാരായണം ചെയ്തുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഫറോവയുടെ ശരീരമതാ 60 മുഴം നീളമുള്ള മഹാത്ഭുതമായ അള്ളാഹുവിന്റെ ഖുർആന്റെ മഹാത്ഭുതമായ തെളിവായി മോറിസ് ബുക്കായും സംഗമം കുടിച്ചെടുത്ത് കൊണ്ടുവന്നു വെക്കുമ്പോൾ ശരീരത്തിലെ രോമത്തിന് കേടുപറ്റിയിട്ടില്ല, തൊലികൾ ദ്രവിച്ചു പോയിട്ടില്ല, എല്ലുകൾ നശിച്ചു പോയിട്ടില്ല. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ചെങ്കടലിന്റെ അകത്ത് മുക്കിക്കൊന്ന ഫറോവയുടെ ശരീരമാണ് കിടക്കുന്നത്. കൈകളുണ്ട്, കാലുകളുണ്ട്. അത്ഭുതം അവിടെയല്ല, അവന്റെ കൂടെ മുക്കിക്കൊന്നു കളഞ്ഞ 10,000 മനുഷ്യമക്കളിൽ ഒരാളെ പോലും അല്ലാഹു തആല ബാക്കി വെച്ചിട്ടില്ല. അവയുടെ ശരീരങ്ങളെ മുഴുവൻ മത്സ്യങ്ങൾ തിന്നുകാണും, ദ്രവിച്ചു പോയി കാണും. പക്ഷേ ഫറോവയുടെ ശരീരം മാത്രമാ കിട്ടിയത്. എന്തുകൊണ്ടാണ്? അന്ന് ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ ശരീരം എന്നല്ല, ഫല്യൗമ നുനജ്ജീക ബിബദനിക, മുഫ്റദാണ്. നിന്റെ ശരീരത്തെ ഞാനിതാ സുരക്ഷിതമാക്കുന്നു എന്നാണ്. സുബ്ഹാനക യാ അല്ലാഹ്. ഇങ്ങനെ പറഞ്ഞൊരു ഗ്രന്ഥം കാണിച്ചു തരാൻ പറ്റുമോ? ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ ഖുർആനല്ലാതെ? ഇനി വിശ്വസിക്കാൻ എന്ത് തെളിവാ നമുക്ക് വേണ്ടത്? ആ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ കേവലം ചരിത്രം പറയാൻ വേണ്ടി ഇറക്കിയ ഗ്രന്ഥമല്ല, ഫിർഔനെ കുറിച്ച് പറയാൻ മാത്രം ഇറക്കിയ ഗ്രന്ഥമല്ല. അതേപോലെ തന്നെ ലോകത്ത് കടന്നുപോയ അതിനെക്കുറിച്ച്, സമൂദിനെക്കുറിച്ച്, നോഹിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഹിസ്റ്റോറിക് ഗ്രന്ഥമല്ല പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹിസ്റ്ററി ഉണ്ട്, അതിൽ സയൻസ് ഉണ്ട്, അതിൽ ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഇന്നത് ശരി, ഇന്നത് തെറ്റ്. മനുഷ്യന്റെ ബുദ്ധിക്ക്, ലോകത്ത് മനുഷ്യന്റെ യുക്തി കൊണ്ട് നന്മയും തിന്മയും വേർതിരിച്ചാൽ അങ്ങനെ ഉണ്ടാകും. പശ്ചിമ ജർമ്മനിയിൽ പോയാൽ ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്ന ഒരു സമ്പ്രദായമാണ് പറയുന്നത്. പശ്ചിമ ജർമ്മനിയിലെ നന്മ എന്താണെന്നറിയോ? അവർ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ നന്മ, പശ്ചിമ ജർമ്മനിയിലെ ഏറ്റവും വലിയ നന്മ, ഞാനും എന്റെ ഭാര്യയും എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്നിന് പോയി എന്നിരിക്കട്ടെ,
ഞാനും എന്റെ ഭാര്യയും എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്നിന് പോയാൽ ഏറ്റവും വലിയ ആതിഥ്യം, സുന്ദരമായി ഉറങ്ങാനുള്ള ബെഡ്, എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും എനിക്ക് തരും. പോരാ, പൂർണ്ണമായി നന്മ പാലിക്കണമെങ്കിൽ ആതിഥേയന്റെ ഭാര്യ എന്റെ കൂടെ കിടക്കണം, എന്റെ ഭാര്യ അവന്റെ കൂടെയും കിടക്കണം. അതാണ് പശ്ചിമ ജർമ്മനിയിലെ നന്മ. അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? മനുഷ്യന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന നന്മയും തിന്മയും ഇങ്ങനെയാ എത്തിച്ചേരുക. ഗവൺമെന്റിൽ കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായി ഉയരുന്നൊരു മുദ്രാവാക്യം, ഒരു മുറവിളിയും സ്വവർഗ വിവാഹമാണ്. നിയമമാകാൻ രാഷ്ട്രപതി ഒന്ന് ഒപ്പുവെച്ചാൽ മതി. പാർലമെന്റിൽ ബില്ല് കൊണ്ടുവന്ന് രാഷ്ട്രപതി ഒന്ന് ഒപ്പുവെച്ചാൽ നിയമമാകാൻ പോവുകയാണ്. ധാരാളം ആളുകൾ പിന്തുണക്കുന്നു, ലക്ഷങ്ങൾ. എന്താ സ്വവർഗ വിവാഹം? എനിക്ക് പെണ്ണ് വേണ്ട, എനിക്ക് ഭാര്യയായി എന്റെ ഒരു കൂട്ടുകാരൻ മതി എന്ന് ഞാൻ തീരുമാനിക്കുക. ഒരു പുരുഷനെ ഞാൻ കല്യാണം കഴിക്കുക. ലോകത്തങ്ങനെ സ്പെയിനിൽ, ധാരാളം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിയമമുണ്ട് സ്വവർഗ വിവാഹം. ആ നിയമം ലോകത്ത് നടപ്പിൽ വന്നാൽ പിന്നെ എവിടെയാ പ്രിയപ്പെട്ടവരെ മനുഷ്യകുലമുണ്ടാവുക? മനുഷ്യന്റെ യുക്തിക്ക് നന്മയായി തോന്നുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന് ദോഷമാണ്, മനുഷ്യന് ദോഷമാണ്. നിങ്ങൾ നോക്കിയാട്ടെ, ക്രൈസ്തവ പാതിരിമാർ കൊല്ലത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 5 കൊല്ലം കൂടുമ്പോൾ ലോകത്തിന്റെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ കാലഘട്ടത്തിൽ അവരുടെ മാർപ്പാപ്പയായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ചേർന്നപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പ്രമേയം എന്തായിരുന്നു? റോമൻ കത്തോലിക്ക സഭയുടെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കണം. നൂറ്റാണ്ടുകളായി ഈ സമ്പ്രദായത്തിനെതിരാണ് ക്രിസ്തുമത സഭ. കന്യാസ്ത്രീകൾക്ക് കല്യാണം കഴിക്കണം, പാതിരിമാർക്ക് കല്യാണം കഴിക്കണം, മറ്റു സഭകളൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നതിനാൽ കത്തോലിക്കൻ സഭയിലേക്ക് പാതിരിമാരാകാൻ ആളെ കിട്ടുന്നില്ല. ഇത് പ്രകൃതി വിരുദ്ധമായ നിലപാടാണ്. ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി ഒരുപാട് അച്ഛന്മാർ വോട്ടിന് വേണ്ടി വന്നപ്പോൾ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഇതിനെ എതിർത്ത് തോൽപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അവർ വളർന്നു വന്നിട്ട് ഇതിനെതിരെ കൊണ്ടുവരുന്ന ബില്ല് പാസാക്കപ്പെടുകയാണ്. മനുഷ്യനുണ്ടാക്കിയ നിയമം മനുഷ്യന് ശത്രുവായി പരിണമിച്ചതിന്റെ ഉദാഹരണമാണ് ഈ പറയുന്നത്. എത്രയെത്ര ഉദാഹരണങ്ങളാണ്. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു നിയമം ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനാവട്ടെ, ഏത് രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരാവട്ടെ, അവർക്ക് പ്രതികൂലമായതിന്റെ ചെറിയൊരു സാമ്പിൾ ഉദാഹരണമെങ്കിലും കൊണ്ടുവരാൻ സ്നേഹത്തോടുകൂടെ ഈ ലോകത്തുള്ള എല്ലാ ഖുർആൻ വിരോധികളെയും നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ഏത് നിയമമാണ് ഖുർആൻ കൊണ്ടുവന്നത്? ലോകത്തിന് ഇത് ഈ പുതിയ കാലഘട്ടത്തിൽ അനുയോജ്യമല്ലെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കേണ്ട ഗതികേട് വന്നത് ഇല്ലല്ലോ. ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട് 5 പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട് കറിവേപ്പില പോലെ രാത്രിയുടെ ഇരുൾമുറ്റിയ യാമത്തിലെവിടെയോ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കരളിനകത്തു കരുണ പറ്റിയിട്ടില്ലാത്ത സഹോദരന്മാർ ആ സാധുവായ പെങ്ങളെ കൊണ്ടുപോയി വെന്റിലേറ്റർ ആശുപത്രിയിൽ കിടത്തി 12 ദിവസം ലോകത്തെ കാണാതെ യാതൊരു ചിന്തയും മനസ്സിലേക്ക് വരാതെ അബോധാവസ്ഥയിൽ കിടന്നിട്ട് ഈ ലോകത്ത് മുഴുവൻ സങ്കടക്കടലിലാക്കിയിട്ട് ആ പെണ്ണി ലോകത്തോട് വിട പറഞ്ഞുപോയി. പാർലമെന്റിലേക്ക് 10,000 മാർച്ച് ചെയ്തു. എന്താ കാരണം? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങളിലെ ക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. സ്നേഹത്തോടുകൂടെ ഒരു ചോദ്യം ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ചോദിക്കാൻ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ചോദിക്കട്ടെ, എന്തിനാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്? ഏത് സമയത്താണ്? രാത്രി 11 മണിക്ക് ആ പെൺകുട്ടി എവിടെയായിരുന്നു? ആ രാത്രി 11 മണിക്ക് ഒരു ആൺകുട്ടിയുടെ കൂടെ, സ്വന്തം കോളേജിൽ പഠിക്കുന്ന ബോയ് ഫ്രണ്ടിന്റെ കൂടെ വൈകുന്നേരം ക്ലാസ് വിട്ടപ്പോൾ 4 മണിക്ക് കടൽക്കരയിൽ പോയി കാറ്റുകൊണ്ട് ഐസ്ക്രീം പാർലറിൽ പോയി ഐസ്ക്രീം കടിച്ചിട്ട് രാത്രിയത്തെ സിനിമ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങുക. പുരുഷൻ മദ്യത്തിന്റെ ലഹരിയിലാണ്. കൂട്ടുകാരൻ തന്റെ ഹോസ്റ്റലിലേക്ക് മടങ്ങുകയാണ്. 2 കമിതാക്കൾ ഒരു സീറ്റിലിരുന്നിട്ട് ആ ബസ്സിലെ ഇളം നീല ലൈറ്റിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ കാണുമ്പോൾ ഏതൊരു മനുഷ്യന്റെയും പുരുഷന്റെയും വികാരമെടുക്കുമെന്ന കാര്യം സത്യമാണല്ലോ. അവിടെ അരുതായ്മ സംഭവിച്ചു. നമ്മളതിനൊരിക്കലും അനുകൂലിക്കുന്നില്ല. പക്ഷേ ചോദിക്കട്ടെ, ഈ പെണ്ണിന്റെ ആരുടെ കൂടെയാണ് അവള് പോയത്?
സ്വന്തം മാതാപിതാക്കൾ ചോര നീരാക്കിയിട്ട് ഡൽഹിയിലെ ഏതോ ഒരു കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പെൺകുട്ടി അന്യപുരുഷന്റെ കൂടെ രാത്രിയും പകലും തണ്ടാൻ വേണ്ടി പോയതുകൊണ്ടല്ലേ ഈ ഗതികേടാ പെൺകുട്ടിക്ക് വന്നത്. ഈ അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു മകനുണ്ട്, ഇഷ്ടം പോലെ കാശ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരു മകളും ഒരു മകനും എനിക്കുള്ളത്. ഇഷ്ടം പോലെ കാശ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് ഏത് പട്ടണത്തിൽ പോയിട്ടും എന്റെ മകനെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ പോയി ഒരു തീരുമാനമെടുത്തു. തീരുമാനം എടുക്കാൻ വേണ്ടി പോയതല്ല, അവിടെ പോയപ്പോ തീരുമാനം എടുപ്പിച്ചു അല്ലാഹു എന്നെ കൊണ്ട്. എന്താണ്? എന്റെ മകനെ SKSSF വയനാട് ജില്ലാ കമ്മിറ്റി അതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയിൽ മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്വന്തം അബ്ബാസ് അലി തങ്ങൾ തന്റെ മകനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുത്ത ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ ചേർക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. എന്റെ മോൻ ഹിഫ്ദ് പഠിക്കട്ടെ, എന്റെ മോൻ ഖുർആൻ പഠിക്കട്ടെ, എന്റെ മകൻ ആലിമാകട്ടെ, അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, രണ്ടും കരസ്ഥാക്കട്ടെ. എന്റെ മകനെ ഞാൻ എഞ്ചിനീയർ ആക്കൂല, എന്റെ മോനെ ഞാൻ ഡോക്ടറാക്കൂല, എന്റെ മോനെ ഞാൻ പൈലറ്റാക്കൂല. കാരണം ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഒന്നുകിൽ ബാംഗ്ലൂരിൽ പോകണം, അതുമല്ലെങ്കിൽ ബോംബെയിലോ കൽക്കത്തയിലോ ഡൽഹിയിലോ പോകണം. ഞാനൊരു തീരുമാനത്തിലെത്താ എന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? ബാംഗ്ലൂരിൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ അവിടെ 2-3 കോളേജ് ചെറുപ്പക്കാരികളും കടന്നു വന്നു. ആ കൂട്ടത്തിൽ തലയിൽ തട്ടമുട്ടൊരു പെൺകുട്ടി, നല്ല വെളുത്ത മേനിയുള്ള സുന്ദരിയായ പെണ്ണാണ്. 2 കാലിൽ നടക്കാൻ കഴിയാതെ മദ്യത്തിന്റെ ലഹരിയിൽ താഴേക്ക് വീഴാൻ പോകുമ്പോൾ കയ്യിൽ മാല കെട്ടിയ, കയ്യിൽ രുദ്രാക്ഷം കെട്ടിയ ഒരു പുരുഷനായിരിക്കുന്ന ആൺകുട്ടിയോട് എടാ എന്നെയൊന്നോ എന്ന് പറഞ്ഞപ്പോൾ മദാലസയായ ആ പെണ്ണിന്റെ ശരീരത്തെ താങ്ങിപ്പിടിച്ചുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള കാറിൽ കൊണ്ടുപോയി ചെരിച്ചു കിടത്തുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണുകയാണ്. നമ്മുടെ മക്കൾ വിശ്വസിച്ചിട്ട് പഠിക്കാൻ പോയിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നേരിൽ കണ്ടതിനാൽ എന്റെ മോനൊരു ബാംഗ്ലൂരും പറഞ്ഞേക്കില്ലെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്നാ പിതാവ് പറയുകയാണ്, നമ്മുടെ സഹോദരിമാർ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, അന്യ സംസ്ഥാനത്ത് പോയി മാതാവിന്റെ പിതാവിന്റെ കണ്ണിന്റെ കാണാമറയത്ത് പോയി പഠിക്കുമ്പോൾ വൃത്തികേടിന്റെ ആളുരൂപങ്ങളായി വ്യഭിചാരത്തിന്റെ സെക്സിന്റെയും പ്രതിമൂർത്തികളായി നമ്മുടെ നാട്ടിലേക്ക് ജീവച്ചവങ്ങൾ പോലെ ഒരുപക്ഷെ കടന്നു വന്നിരിക്കാം. അല്ലെങ്കിൽ ബോംബെയിലെ ചുവന്ന തെരുവ് പോലത്തെ ചെരുവുകളിൽ പോയി ജീവിതം മുഴുവൻ തുലച്ചെന്നിരിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് ഈ നിയമത്തിന്റെ, ഈ രാജ്യത്തിന്റെ നിയമമാണ്. എന്താണ് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഖുർആൻ പറഞ്ഞതുപോലെ ഈ സഹോദരിമാരെങ്ങാനും ജീവിച്ചിരുന്നുവെങ്കിൽ വലാ തഖ്റബുസ്സിനാ, ഖുർആന്റെ ആഹ്വാനമാണ്, വ്യഭിചരിക്കരുത് എന്നല്ല, വലാ തഖ്റബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് ചീത്ത മ്ലേച്ഛമായ പരിപാടിയാണ്, അത് ചീത്ത മാർഗവുമാണ്. വ്യഭിചാരത്തിലേക്ക് അടുത്തുപോയാൽ, ആരെങ്കിലും വ്യഭിചരിച്ചു പോയാൽ, അതാ ഖുർആൻ പറയുകയാണ്, നിഷേധിക്കാൻ ആധുനിക ലോകത്തുള്ള ഏതെങ്കിലും ശാസ്ത്രകാരന് സാധിക്കുമോ? നിയമകാരന് സാധിക്കുമോ? രാഷ്ട്രീയക്കാരന് സാധിക്കുമോ? രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് സാധിക്കുമോ? അള്ളാന്റെ പ്രഖ്യാപനം, ആരെങ്കിലും വ്യഭിചരിച്ചാൽ വമൻ യഫ്അല ദാലിക യൽഖ അസാമാ, ആരെങ്കിലും വ്യഭിചരിച്ചാൽ വമൻ യഫ്അല ദാലിക, ഈ മ്ലേച്ഛമായ പരിപാടിയിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ, പ്രിയപ്പെട്ട ന്യൂ ജനറേഷന്റെ കൂട്ടുകാരാ, തടിച്ചു കൊടുത്ത് മേനി കാട്ടിയിട്ട് റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പൊന്നുപങ്ങളെ, ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഏറ്റവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട ശരീരത്തെ ഏതെങ്കിലും ഒരു കാമവറിയന്റെ മുമ്പിൽ അങ്ങ് സമർപ്പിച്ചാൽ ഒരുപക്ഷേ നീ പറയും എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്, എന്റെ ക്ലാസ്മേറ്റ് ആണെന്ന്, എന്റെ കാമുകനാണെന്ന്. പൊണ്ണേ, നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഈ ഏർപ്പാടിൽ നീ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതാ റബ്ബ് പറയുകയാണ്, വമൻ യഫ്അല ദാലിക യൽഖ അസാമാ, ആ പാപത്തിന്റെ ഫലം ഈ ദുനിയാവിൽ വെച്ചവൻ അനുഭവിക്കും. യൽഖ അസാമാ, ഈ ദുനിയാവിൽ വെച്ച് അനുഭവിക്കും അതിന്റെ കുറ്റം, അതിന്റെ ഫലം. എന്തുകൊണ്ടാ കാരണം? പിന്നെ പറയുന്നുണ്ട്, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, അത് വേറെ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ഇരട്ടിയായ ശിക്ഷ അവന് നൽകപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാനാ, ഏറ്റവും നിന്ദ്യനായ നിലക്ക്
മാതാവിന്റെ പിതാവിന്റെ സഹോദരന്മാരുടെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് നമ്മളാരും അറിയാതെ ദുനിയാവിൽ വെച്ച് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ റബ്ബ് തആല അങ്ങ് പൊളിക്കുകയാണ്. ആരോരും അറിയാതെ വീട്ടിന്റെ സാക്ഷ്യം മാറ്റിയിട്ട് ഭർത്താവിനെ വഞ്ചിച്ച് മാതാപിതാക്കളെ വഞ്ചിച്ച് അന്യപുരുഷനെ കയറി ഇറങ്ങാൻ വാതിൽ പാളി തുറന്നു കൊടുക്കുന്ന പെങ്ങന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ, വയഖ്ലുദു ഫീഹി മുഹാനാ. ഈ ദുനിയാവിലെ ചൂട്, ഈ ദുനിയാവിലെ തീയുടെ ചൂട് സുബ്ഹാനല്ലാഹ് സഹിക്കാൻ നമുക്ക് കഴിയില്ല. അതിന്റെ 69 ഇരട്ടി ചൂടുള്ള നരകത്തിന്റെ തീജ്വാലകളിലേക്ക് നിന്ദ്യനായി വലിച്ചെറിഞ്ഞു കൊടുക്കപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. നിഷേധിക്കാൻ കഴിയോ? ഇന്ന് ലോകത്തെ മരുന്ന് കണ്ടുപിടിക്കാത്ത, ലോകം മുഴുവൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന ഏറ്റവും വലിയ രോഗമേതാണ്? ക്യാൻസർ അല്ല, എബോളയല്ല, ചിക്കുൻഗുനിയല്ല, പിന്നേതാണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. ഓമന പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വാരി തിന്നാന്ന്. എന്താണ് അതിന്റെ അർത്ഥം? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എയ്ഡ്സ് ആണ്. മരുന്നില്ല പ്രിയപ്പെട്ടവരെ. 2020 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതർ അതാ റഷ്യയിലെ ചന്ദ്രവിൽ ജീവിക്കുന്ന സഹോദരന്മാരല്ല, സഹോദരിമാരല്ല, ബോംബെയിലെ റെഡ് സീറ്റിൽ ജീവിക്കുന്നവരല്ല, മോസ്കോയിൽ ജീവിക്കുന്നവരല്ല, കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന അമേരിക്കയിലല്ല, പിന്നെ എവിടെയാണ്? ഞാനും നിങ്ങളും അധിവസിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യമാണ് 2020 ആകുമ്പോഴേക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള രാജ്യമായി മാറാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. റഹ്മാനായ റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിങ്ങൾക്കതിനുള്ള ശിക്ഷ തരും. അങ്ങനെ ഓരോന്നും അള്ളാന്റെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളെ വെല്ലുവിളിക്കാൻ ലോക നിയമങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ തീരില്ല. ആ അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഇറങ്ങിയ മാസം സുബ്ഹാനല്ലാഹ്. എന്താണ് അതിന്റെ പ്രത്യേകത? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഖുർആന്റെ മഹത്വം കൊണ്ടാണ് റമളാനിന് മഹത്വമുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി ഖുർആനിലേക്ക് അടുക്കുക നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക. അതിന്റെ മഹത്വം എങ്ങാനും അറിഞ്ഞ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നോമ്പിലേക്ക് വരാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലെ ഓരോ സൂറത്തിനും വലിയ പ്രതിഫലമുണ്ട്. നോക്കൂ നിങ്ങൾ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്, അള്ളാഹുവിന്റെ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ഖറഅ സൂറത ഖുൽ ഹുവല്ലാഹു അഹദ്, ആരെങ്കിലും സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ, നമുക്ക് നോദിയാലോ, ആ ക്ഷീണം ഓർക്കൊന്ന് പോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താണ് ഈ സൂറത്തിന്റെ മഹത്വം? മൻ ഖറഅ, ആരെങ്കിലും പാരായണം ചെയ്താൽ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ 10 മറ, 10 പ്രാവശ്യം, 10 തവണ, എല്ലാ ദിവസവും ഒരു 10 തവണ അള്ളാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലെ ചെറിയ ഒരു സൂറത്തായ ഖുൽ ഹുവല്ലാഹു സൂറത്ത് ആരെങ്കിലും ഓതിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്നാ, അവന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കൊട്ടാരം പണിയും. എവിടെയാണ്? കാറ്റടിക്കുമ്പോൾ പറന്നു പോകുന്ന ദുനിയാവിലല്ല, തരിപ്പണമായി പോകുന്ന, അതേപോലെ സുനാമി വരുമ്പോൾ തകർന്നു പോകുന്ന ദുനിയാവിലല്ല, ഖസ്റൻ ഫിൽ ജന്നാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കേണ്ട പൂട്ടേണ്ട വെയിൽ കൊള്ളേണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയേണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കേണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയേണ്ട. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ ഔദാര്യമായി നൽകണേ തമ്പുരാനെ.
ആ പരിശുദ്ധമായിരിക്കുന്ന സ്വർഗ്ഗത്തിലാണ് ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്നാ. ഒരു ചെറിയ ചെറ്റക്കൂരയല്ല, രാജാക്കന്മാർ താമസിക്കുന്ന കൊട്ടാരത്തിനേക്കാളും വലിയ കൊട്ടാരമാണ്. 10 തവണ ഖുൽ ഹുവല്ലാഹു സൂറത്ത് എല്ലാ ദിവസവും ഓതുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പണികടിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് സ്വാദിഖുൽ മസ്തൂഖായ നബിയേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബിതങ്ങൾ നിർത്തിയോ? ഇല്ല. വീണ്ടും അവിടുന്ന് പറഞ്ഞു, വമൻ ഖറഅ, ആരെങ്കിലും പാരായണം ചെയ്താൽ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 20 മറ, 20 തവണ 20 വട്ടം ഓതിയാൽ ബനല്ലാഹു ലഹു, അല്ലാഹു തആല അവന് വേണ്ടി പണി കഴിപ്പിച്ചു 2 കൊട്ടാരം, ഖസ്റൈനി ഫിൽ ജന്നാ, 2 കൊട്ടാരങ്ങൾ. വമൻ ഖറഅ, വല്ലവനും ഓതിയാൽ സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് 30 മറത്തൻ 30 തവണ ബനല്ലാഹു അല്ലാഹു തആല പണി കഴിപ്പിച്ചു വെക്കും. നിബിതങ്ങൾ ശാന്തമായി മൗനം ദീക്ഷിച്ചു. സ്വഹാബാക്കൾ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർക്കാൻ. 40 ഓതിയാൽ 50 ഓതിയാൽ നിബിതങ്ങൾ എന്താ പറയാത്തത്? 60 ഓതിയാൽ 70 ഓതിയാൽ ക്ഷമ അങ്ങോട്ട് നശിച്ചുപോയി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനവറുകൾ ചാടി എഴുന്നേറ്റു. അവൻ അക്സുറു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ 40 ഓതിയാൽ 4 കിട്ടുമോ? 50 ഓതിയാൽ 5 കൊട്ടാരം കിട്ടുമോ? 60 ഓതിയാൽ 6 കൊട്ടാരം കിട്ടുമോ? അഷ്റഫുൽ ഖൽക്കിന്റെ മറുപടിയോ, സ്വഹാബാ, നിങ്ങൾ എത്ര തവണ അത് അധികരിപ്പിച്ചോതിയാലും അതിനെല്ലാം പര്യാപ്തമാകുന്ന നിലക്ക് സ്വർഗം വിശാലമാണ്. അതുകൊണ്ട് 10 വട്ടമെങ്കിലും ഓതാൻ നമ്മൾ ഇന്ന് മുതൽ പ്രതിജ്ഞ എടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിന്റെ ഒരു സമ്മാനം, അള്ളാന്റെ ഖുർആന്റെ 10 വട്ടം ഖുൽ ഹുവല്ലാഹു ഓതും. ഏറ്റവും ചുരുങ്ങിയത്. സഹോദരിമാരെ, അരി അരക്കുമ്പോഴോ വീട്ടിൽ വല്ല ജോലി ചെയ്യുമ്പോഴോ വുളു വേണ്ട. കാണാപ്പാടോ അറിയാലോ, ചെറിയ സൂറത്തല്ലേ. പക്ഷെ നിങ്ങൾ ഖുർആൻ ഓതരുത്. ഖുർആൻ ഓതുകയാണെന്ന നീയത്തോടുകൂടെ ഒരു ആയത്ത് പോലും ഓതാൻ പാടില്ല. ദിക്ർ ചൊല്ലുകയാണെന്ന നീയത്തോടുകൂടെ നിങ്ങൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നൊക്കെ പറയാം. സ്വലാത്ത് ചൊല്ലാം, ദിക്ർ ചൊല്ലാം, ഒക്കെ ചൊല്ലാം. ഖുർആൻ ഓതരുത്. അപ്പൊ അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ ഓതുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ അവതരിച്ച പരിശുദ്ധമായ റമളാൻ, റമളാന്റെ മഹത്വം നോക്കൂ നിങ്ങൾ. ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു, എല്ലാ അമലും ആദമിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ അമലും അവന് തന്നെ ഉള്ളതാണ്. ഇല്ല സിയാം, നോമ്പ് ഒഴികെ. ധാരാളം അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട്, സ്കരിക്കാറുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്, സ്വതക്ക ചെയ്യാറുണ്ട്, ധാരാളം അമല് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്കുള്ളതാണ്. എന്നാൽ ഇല്ല സിയാം, നോമ്പ് ഒഴികെ. ഫഇന്നഹു ലീ, അത് എനിക്കുള്ളതാണ്. വ അന അജ്സീ ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണ്. ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നവൻ ആർക്കാ? നമ്മൾ ഖുർആൻ ഓതുന്നത് ആർക്കാ? നമ്മൾ സ്വതക്ക ചെയ്യുന്ന ആർക്കാ? അള്ളാഹ് പറയുന്നു, നോമ്പല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഓരന്നെ, നോമ്പ് മാത്രം എനിക്ക്. എന്താണ് അതിന്റെ താല്പര്യം? നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ആരാധന ചെയ്യുമ്പോഴും മറ്റുള്ളവർ കാണും. നിസ്കരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കാണുമല്ലോ. ഹജ്ജ് ചെയ്യുമ്പോൾ കാണൂ, സക്കാത്ത് കൊടുക്കുമ്പോൾ കാണൂ, സ്വതക്ക ചെയ്യുമ്പോൾ കാണൂ. എനിക്കും എന്റെ റബ്ബിനുമല്ലാതെ മറ്റൊരു കുഞ്ഞിനും അറിയില്ല. അല്ലേ? അതല്ലേ സത്യം? എന്റെ നോമ്പിന്റെ ആത്മാർത്ഥതയും എന്റെ നോമ്പിന്റെ സത്യസന്ധതയും എന്റെ നോമ്പിന്റെ യാഥാർത്ഥ്യവും എനിക്കും എന്റെ ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്. വ അന അജ്സീ ബിഹി, അതിന് പ്രതിഫലം കൊടുക്കുന്നവൻ ഞാനാണെന്ന് മഹാനായ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കൂ നിങ്ങൾ, നോമ്പ് വരാൻ പോവാണല്ലോ. നമ്മുടെ മനസ്സൊന്ന് തയ്യാറാക്കി ഇപ്പോഴേ നിർത്തുക. ഏറ്റവും വലിയ ആരാധനയാണ്. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലം. ഒരു ഫർള് ചെയ്താലോ 70ഉം 700ഉം 70,000. നമ്മള് റേഷൻ കടയിൽ വലിയ ക്യൂ. എന്തപ്പ ഇന്ന് വലിയ ക്യൂ? ഇന്ന് പഞ്ചസാരക്ക് 5 രൂപ കുറവാണ്.
അതുകൊണ്ടാണ് അത്രയും വലിയ ക്യൂ, അല്ലെ? മൊബൈൽ ഷോപ്പിൽ നീണ്ട ക്യൂ ആണ്. എന്താണ് അവിടെ ക്യൂ? സിം കാർഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കയ്യിലുള്ളോ പോലും പോയിട്ട് ക്യൂ നിൽക്കുകയാണ്. സിം കാർഡ് ഫ്രീ അല്ലേ ഓഫർ? പിന്നെയോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി അമർത്തി നോക്കും, വല്ല ഓഫറുണ്ടോ? അപ്പോഴാണ് ഐഡിയ കമ്പനിക്കാരൻ പറയും 220 രൂപക്ക് റീചാർജ് ചെയ്താൽ 220 രൂപക്ക് വിളിക്കാം. അപ്പൊ നമ്മൾ 220 റീചാർജ് ചെയ്യാൻ ഓഫർ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോവാണ്. ഒരു സാരി വാങ്ങിയാൽ മറ്റൊരു സാരി ഫ്രീ എന്നെങ്ങാനും പറഞ്ഞു നോക്കട്ടെ, സഹോദരിമാരുടെ ക്യൂ ആയിരിക്കുമല്ലോ അവിടെ. ഒരു കമ്മല് വാങ്ങിയാൽ മറ്റൊരു കമ്മല് ഫ്രീ, അല്ല ഒരു മാല വാങ്ങിയാൽ ഒരു മോതിരം ഫ്രീ. ഒരു മാല വാങ്ങാൻ 25,000 രൂപ വേണം, ഒരു മോതിരത്തിന് 1000 റുപ്യ മതി. എന്നാലും സഹോദരിമാർ 25,000 റുപ്യ എവിടെന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് മാല വാങ്ങും. എന്തിനു വേണ്ടിയിട്ട്? മോതിരം ഫ്രീ കിട്ടുമല്ലോ. ഓഫർ എന്ന് കേൾക്കുമ്പോ ഞാൻ അടക്കമുള്ള ആളുകൾ മറ്റൊന്നും ചിന്തിക്കാതെ പോകുന്ന കാലഘട്ടം. എന്നാൽ ഏറ്റവും വലിയ ഓഫറാണ് പരിശുദ്ധമായ റമദാൻ അല്ലാഹു തആല നൽകുന്നത്. നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ശിഷ്യനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹദറ മജ്ലിസുൽ ഇൽമി ഫീ റമളാൻ. കുറെ തിരക്കൊക്കെ മാറ്റിവെക്കാൻ ഇപ്പോഴേ നമ്മൾ പ്രതിജ്ഞ എടുക്കുക. റമളാൻ ഒന്ന് മാറ്റിവെക്കുക. അത്യാവശ്യം ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്തിട്ട് ബാക്കിയൊക്കെ റബ്ബിലേക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാവുക. എന്തൊരു ഓഫറാ അല്ലാഹു തആല പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൻ ഹദറ, ആരെങ്കിലും സന്നിഹിതനായാൽ, പങ്കെടുത്താൽ, മജ്ലിസിൽ ഇൽമി, ഇൽമിന്റെ മജ്ലിസിൽ, ഇൽമു പറയുന്ന മജ്ലിസിൽ. ദുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് മുതഅല്ലിമുണ്ട്, എഴുന്നേറ്റുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ, ഖുർആൻ സെന്ററിന്റെ ക്ലാസ്സിന് പോയിട്ട് സഹോദരിമാരെ 10 മണിക്ക് അറ്റൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഉസ്താദിന്റെ വനിതാ ക്ലാസ്സിൽ പോയി പങ്കെടുത്താൽ, ഉസ്താദുമാരുടെ തറാവീഹിന് ശേഷമുള്ള ക്ലാസ്സിൽ പങ്കെടുത്താൽ, നല്ല ക്ഷീണമുണ്ട്, പകൽ സമയത്ത് നോമ്പ് നോറ്റു, രാത്രിയിൽ നിസ്കരിച്ചു, ഇനി തറാവീഹിന് ശേഷം ഉസ്താദിന്റെ വക 1/2 മണിക്കൂർ ഉറുദ്യു, എന്റെ റബ്ബ് ഇമ്മൊയിലാറൊന്ന് പിഴിച്ചുവിട്ടെങ്കിൽ കരുതണ്ട. നോക്കൂ നിങ്ങള്, ക്ഷീണത്തോടെ ക്ഷമയോടെ അവിടെ ഇരുന്നാൽ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിക്കുകയാണ്, കതബല്ലാഹു തആലാ ലികുല്ലി ഖദമിൻ ഇബാദത സനാ. ആ ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു പോകാൻ വേണ്ടി അവൻ എടുത്തുവെച്ച ഓരോ കാൽപാദങ്ങൾക്കുമുള്ള പ്രതിഫലങ്ങാനും മനസ്സിലാക്കിയ നമ്മൾ പിന്നെ ഒഴിവാക്കൂല പ്രിയപ്പെട്ടവരെ. ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു പോകാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ഈ അടിമ സ്ത്രീ അല്ലെങ്കിൽ അടിമയായ പുരുഷൻ അവൻ വെച്ച ഓരോ കാൽപാദങ്ങൾക്കും ഇബാദത്ത സനാ, ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ് കതബല്ലാഹ്, അല്ലാഹു തആല എഴുതി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധ നബിയുനാ റസൂലുള്ളാഹി. വേറൊരു മാസത്തിലും ഈ ഓഫർ റമളാനിൽ മാത്രമുള്ള ഓഫറാണ്. ഇൽമിന്റെ മജ്ലിസിലേക്ക് നടന്നു പോകാൻ വെച്ച ഓരോ കാൽപാദങ്ങൾക്കും 1 കൊല്ലം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ മദ്രസയിലേക്കും പള്ളിയിലേക്കും വരാൻ വേണ്ടി എത്ര കാൽപാദങ്ങൾ വെക്കും? അത്രയും കൊല്ലത്തെ ഇബാദത്താണ് അവന് വേണ്ടി എഴുതപ്പെടുക. പോരാ, വയകൂനു മഈ തഹ്തൽ അർശി, നാളെ പരിശുദ്ധമായ അർശിന്റെ തണലിൽ എന്റെ കൂടെയായിരിക്കും അവനുണ്ടാവുക. മാഷാ അല്ലാഹ്. 14,86,00,000 കിലോമീറ്ററുകൾക്ക് മുകളിൽ ഉദിക്കുന്ന സൂര്യൻ, ആ സൂര്യൻ ഒരു ചാൺ മുകളിൽ കൊണ്ടുവന്ന് ഉദിച്ചു നിർത്തുമ്പോൾ 50,000 കൊല്ലം അങ്ങനെ വിയർത്ത് കുളിച്ച് വെന്തു നിൽക്കേണ്ട ഗതികേട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അനുഗ്രഹീതമായ അർശിന്റെ തണൽ നൽകും. ആ തണൽ ലഭിക്കുന്നവരില്ലതാ 7 വിഭാഗത്തെ റസൂലുള്ളാഹി തങ്ങൾ വേറെ എണ്ണിയിട്ടുണ്ട്. അതിൽ പെടാത്തൊരു വിഭാഗം ഇതാണ്, വയകൂനു മഈ തഹ്തൽ അർശി, അവൻ എന്റെ കൂടെ അർശിന്റെ തണലിലായിരിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആർക്കാ കിട്ടുക? തളർന്നുറങ്ങുന്ന സമയം എപ്പോഴാ? രാത്രി 3, 3:30, 4 മണിയാകുമ്പോ അല്ലല്ലാ 2 കാല് അങ്ങോട്ട് വെച്ചിട്ട് അങ്ങ് ഉറങ്ങാ. ലോകത്തുള്ള ആട്, മാട്, ഒട്ടകങ്ങളടക്കമുള്ള മൃഗങ്ങൾ ആ സമയത്ത് സടകുടഞ്ഞെഴുന്നേറ്റ് റഹ്മാനായ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി തസ്ബീഹ് ചൊല്ലാൻ കാത്തു നിൽക്കുന്ന സമയം. നമ്മുടെ നാട്ടിലെ തൊട്ടാൽ
7 വട്ടം കഴുകേണ്ട അല്ലാഹു തആല നികൃഷ്ടമാക്കിയ ജീവിയായ നായ കിടന്നുറങ്ങുകയാണ്. എത്ര മണിക്ക്? 7 മണിക്കൊക്കെ ഉണ്ടാവും റോഡുമേൽ അങ്ങനെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന പട്ടി നമ്മുടെ നാട്ടിലെ 8 മണിക്ക് ഉറങ്ങുന്നുണ്ടാകും. ആ സമയത്ത് മൂപ്പരിങ്ങ് എഴുന്നേൽക്കും, ഒരൊറ്റ കൊടയിലെ ചെവിയൊക്കെ. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ചില ആളുകൾ അതുപോലെ 3 മണിക്ക് 3:30 മണി വരെ അവരിങ്ങനെ വാട്സപ്പും ഫേസ്ബുക്കും ചാറ്റിങ്ങും ചീറ്റിങ്ങും ടിവിയും സിനിമയും വൃത്തികേടും അല്ലേ കൂട്ടുകെട്ടും. അവസാനം 4 മണിക്ക് കിടന്നുറങ്ങും, 8 മണിക്ക് എഴുന്നേൽക്കും. മൂപ്പരങ്ങനെ വന്നിട്ട് ബെഡ് കോഫി കുടിക്കും. ഈ ജീവിയോടാണ് വസ്സാലിമം അത്തരം ആളുകൾ ഉപമിച്ചത്. ആ പട്ടിയാകാതിരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് അതാ നമ്മുടെ നാട്ടിലെ പള്ളികൾ സജീവമാകണം. റമദാനിൽ ഒരു പ്രതിജ്ഞ ഇപ്പോഴേ എടുക്കുക. 5 വഖ്ത് നമസ്കാരവും ഞാൻ ജമാഅത്തായിട്ട് നിസ്കരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പ്രതിജ്ഞ പോലെയാണ് അള്ളാഹു നമ്മളെ സഹായിക്കുക. നമ്മുടെ ഉറപ്പ് പോലെയാ, മനസ്സിന്റെ ഉറപ്പ് പോലെ. അങ്ങനെ ഉറപ്പിച്ച അള്ളാഹ് സഹായിക്കും. നമ്മുടെ നാട്ടിലെ പള്ളി തന്നെ ആയിക്കൊള്ളുന്നില്ല. എവിടെയാണോ നമ്മൾ എത്തിയത് ആ നാട്ടിലെ പള്ളിയിൽ പോവാ. അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ, റമദാനിൽ ഒരാൾ ജമാഅത്ത് നിത്യമാക്കിയാൽ അഅ്താഹുല്ലാഹു തആല ബികുല്ലി റകഅത്തിൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ റകഅത്തിനും നൽകുന്നതാണ് മുദ്മിനതൻ തംലഉ മിൻ നിഅമില്ലാഹ്, മദീനതൻ തംലഉ മിൻ നിഅമില്ലാഹ്. അല്ലാഹുവിന്റെ കണക്കറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട പട്ടണങ്ങൾ അവന് വേണ്ടി നൽകുന്നതാണ്. നാളെ സ്വർഗത്തില് ധാരാളം പട്ടണങ്ങൾ. ഇതാരുടെ പട്ടണം? അത് ഫാറൂഖിന്റെ, അതോ അതും ഫാറൂഖിന്റെ, ഇതും ഫാറൂഖിന്റെ, അതോ അതും ഫാറൂഖിന്റെ. ഓരോ റകഅത്തിനും ഓരോ പട്ടണങ്ങൾ വെച്ച് അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ ചെയ്യേണ്ടത്? റമദാനിൽ ഒറ്റ വഖ്ത് നമസ്കാരവും ജമാഅത്തല്ലാതെ, അഥവാ ജമാഅത്തായി നിസ്കരിക്കുക. എല്ലാ വഖ്ത് നിസ്കാരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി മൂന്നാമത്തത് വമൻ ബർറ വാലിദൈഹി ഫീ റമദാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, സൂചിപ്പിക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ ക്യാപ്സൂളാക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വമൻ ബർറ വാലിദൈഹി, ആരെങ്കിലും മാതാപിതാക്കൾക്കൊരു നന്മ ചെയ്താൽ. ഇന്ന് ബന്ധങ്ങൾ ഡിസ്കണക്ട് ആകുന്ന കാലഘട്ടമാണ്. TV കണക്ട് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. മൊബൈൽ ഫോണിൽ റേഞ്ച് കണക്ട് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. മാതാവും പിതാവും തമ്മിലുള്ള ബന്ധങ്ങൾ കണക്ട് ചെയ്യുന്ന കാലഘട്ടമാണ്. മാതാപിതാക്കളോടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. ഇനി ഒരാൾ ഇതാ റമദാനിൽ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ വേണ്ടി ആ വീട്ടിലേക്കൊന്നു പോയാൽ, പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ വേണ്ടി പോയാൽ, അവർക്കൊരു ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് അവരെ കൊണ്ടുപോയാൽ, അവരോടൊരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ചുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞാൽ, പെരുന്നാൾ വരികയാണല്ലോ, നല്ല കുപ്പായവും മുണ്ടും അവർക്ക് വാങ്ങിക്കൊടുത്താൽ, പ്രിയപ്പെട്ട മാതാവിന് ഇഷ്ടമുള്ള ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങിക്കൊടുത്താൽ, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സിയാറത്തിന് കൊണ്ടുപോയാൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്താൽ, അവരോട് സ്നേഹത്തോടുകൂടെ ഒരു കാര്യം ചെയ്താൽ, അതാ നബിതങ്ങൾ പറയുകയാണ്, യനാലു നദറുല്ലാഹി തആല ബിർറഹ്മാ, അല്ലാഹു അവനെ കാരുണ്യത്തോടെ നോക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി എന്താ പ്രിയപ്പെട്ടവരെ വേണ്ടത്? ഉമ്മയെ കാറിൽ കയറ്റിയിട്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കി കൊടുക്കുമ്പോൾ, ഉമ്മ റമദാനാണ് ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ, കണ്ണുനീരിൽ നിന്ന് തുള്ളിയായി ഒഴുകിയിട്ട് പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, ആ ഉമ്മയുടെ കണ്ണുനീർ ആകാശത്തിലേക്ക് എത്തുകയാണ്. റഹ്മാനായ റബ്ബി മകനെയും മകളെയും കാരുണ്യത്തോടെ നോക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. പോരാ, വഅന കഫീലും ഫിൽ ജന്ന, ഞാൻ അവന് നാളെ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാനെ ഉപ്പാനെ ഒന്ന് പോയി നോക്കിയ, അവർക്കൊരു നന്മ ചെയ്ത, അവർക്കൊരു ഗുണം ചെയ്താൽ, അള്ളാഹുവിന്റെ പ്രവാചകർ നാളെ നമുക്ക് ജാമ്യം നിൽക്കും സ്വർഗത്തിന് വേണ്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാൻ. മോനെ, നീ എവിടെയാ ഉള്ളത്? സുഖം തന്നെയല്ലേ എന്നേ? ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ, ഉറങ്ങിയോ എന്ന് ചോദിക്കാൻ, സുഖമല്ലേ എന്ന് ചോദിക്കാൻ, എപ്പോഴും നിന്നോട് 2 കൈ നീട്ടി ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് മാതാപിതാക്കളല്ലാതെ മറ്റാരുമില്ല. റബ്ബേ, കഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ.
ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. മനസ്സിന്റെ അകത്ത് ഞങ്ങളെ കുറിച്ച് ഒരു വെറുപ്പും ഇട്ടുകൊടുക്കല്ലേ തമ്പുരാനെ. സ്നേഹം മതിയാകോളം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പലരും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്. നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ, റഹ്മത്ത് കൊടുക്കണേ തമ്പുരാനെ. ശിക്ഷിക്കല്ലേ റബ്ബേ. അദാബ് വല്ലതുമുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ വർക്കത്ത് കൊണ്ട് നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി നോക്കൂ നിങ്ങൾ, വമാമിൻ ഇംറഅത്തിൻ, ഒരു സ്ത്രീയും തന്നെയില്ല, ഒരു ഭാര്യയും തന്നെയില്ല, തത്ലുബു റിളാ സൗജഹാ, തന്റെ ഭർത്താവിന്റെ തൃപ്തിയാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഫീ റമളാന, റമളാനിൽ. ഭാര്യമാരെ നന്നായി ആലോചിച്ചോളൂ. നിന്റെ ഭർത്താവിന്റെ ഗ്ലാമർ കുറഞ്ഞു പോയതിന്റെ പേരിൽ, അവന്റെ സ്ഥാനമാനങ്ങൾ നീ ആഗ്രഹിച്ച പോലെ അവലോപത്തിലാകാത്തതിന്റെ പേരിൽ, അവന്റെ സൗന്ദര്യം അല്പം കുറഞ്ഞു പോയതിന്റെ പേരിൽ, അവനോട് വളരെ മുഖം കറുപ്പിച്ചുകൊണ്ട് നീരസത്തോടുകൂടെ പെരുമാറുന്ന പെങ്ങന്മാരൊരു പക്ഷേ ഈ നാട്ടിലുണ്ടാകും. അള്ളാഹു അവർക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. പെണ്ണേ, നിനക്ക് വേണ്ടി അള്ളാഹു കൂട്ടിയോജിപ്പിച്ച ഭർത്താവ് ഏത് നിറക്കാരനാണെങ്കിലും, ഏത് കുടുംബക്കാരനാണെങ്കിലും, ഏത് കോലക്കാരനാണെങ്കിലും, അള്ളാഹുവിന്റെ പ്രവാചകർ നിന്നോട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അള്ളാഹുവിനെയും റസൂലിനെയും കഴിഞ്ഞാൽ പിന്നെ നീ ഏറ്റവും അനുസരിക്കേണ്ടത്, ഏറ്റവും ആദരിക്കേണ്ടത്, ഏറ്റവും ബഹുമാനിക്കേണ്ടത്, ഏറ്റവും സ്നേഹിക്കേണ്ടത് സ്വന്തം ഭർത്താവിനെയാണ്. ഭർത്താവിനോട് കരസ്ഥമാക്കി നിന്റെ ആരാധനകൾ എത്രയുള്ളവളാണെങ്കിലും ശരി, നീ അങ്ങ് മരിച്ചുപോയാൽ നിന്റെ വാസസ്ഥലം നരകത്തിന്റെ അടിത്തട്ടാണ്. റഹ്മാനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു പെണ്ണങ്ങ് ദൃഢനിശ്ചയം ചെയ്തു, എന്റെ ഭർത്താവിന് ഏറ്റവും നല്ല ഭക്ഷണം ഞാൻ വിളമ്പിക്കൊടുക്കുന്നതാണ് റമളാനിൽ. ഏറ്റവും നല്ല വാക്ക് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. എന്റെ ഭർത്താവിന്റെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു വാക്കോ, ഒരു നോട്ടമോ, ഒരു പ്രവൃത്തിയോ, ഒരു ചെയ്തിയോ, ഒരു പ്രവൃത്തിയോ എന്റെ ഭാഗത്തിനൊന്നുണ്ടാവുകയില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടപ്പിൽ വരുത്താൻ ഒരു സഹോദരി അങ്ങ് ശ്രമിച്ചു കഴിഞ്ഞാൽ അതാ അവൾക്കുള്ള പ്രതിഫലം എത്രയാണ്. ഭർത്താവിന്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ് ഫീ റമളാന, റമളാനിൽ ഇല്ല വലഹാ സവാബ മറിയം വ ആസിയ. ബീവി മറിയം റളിയല്ലാഹു തആല അൻഹായുടെ, ബീവി ആസിയ റളിയല്ലാഹു തആല അൻഹായുടെ ലഭിക്കുന്ന പ്രതിഫലമാണ് പെണ്ണേ നിനക്ക് ലഭിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആസിയ ബീവി സഹിച്ച ത്യാഗത്തിന്റെ കോടാനുകോടിയിൽ ഒരംശം പോലും ഈ കാലഘട്ടത്തിൽ ഒരു സഹോദരിയും സഹിക്കുന്നില്ല. അല്പെങ്കിലും സഹിക്കുന്നുണ്ടെങ്കിൽ ആ തായ്ലാന്റിലെ ആ റോഹിംഗ്യ അല്ലെ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ നടുക്കടലിൽ അകപ്പെട്ട സഹോദരിമാർ, അല്ലാഹുവേ രക്ഷ കൊടുക്കണേ തമ്പുരാനെ. മുസ്ലിമായി ഒറ്റ കാരണത്താൽ മറ്റൊരു തെറ്റും ആ സാധുക്കൾ ചെയ്തിട്ടില്ല. എത്രയോ മാസങ്ങളായി നടുക്കടലിലാണ്. ലോകത്തിന്റെ ഒരു മനുഷ്യന്റെ മനസാക്ഷിയും ഉണരുന്നില്ലല്ലോ റബ്ബേ. വെള്ളമില്ലാതെ എത്ര മക്കളാ പടഞ്ഞു പടഞ്ഞു മരിച്ച് കടലിലേക്ക് അവരെ മീനുകൾക്ക് തിന്നാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്നത് റബ്ബേ. ഭോജനം കൊടുക്കണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലാതെ അവരിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നില്ലല്ലോ റബ്ബേ. നിന്റെ കലിമത്തിനു വേണ്ടിയാണല്ലോ റബ്ബേ ആ സാധുക്കളെ ത്യാഗം ചെയ്യുന്നത്. നീ മോചനം കൊടുക്കണേ തമ്പുരാനെ. പറുദീസയിലാണ്. വിരൽ മതിയല്ലോ സഹോദരിയാൻ, എല്ലാത്തിനും ഒരു വിരൽ മതി. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ പാവപ്പെട്ട സഹോദരിമാർ, ഗുജറാത്തിലെ കൗസർ ബാനുവിനെ മറന്നു പോകാൻ പാടുണ്ടോ നമ്മള്? 9 മാസം പ്രായമായി നിൽക്കുന്ന വയറുമായി നടക്കുന്ന പ്രിയപ്പെട്ട പൊന്നു പങ്ങള്, ഇന്നോ നാളെയോ സുന്ദരനായ ഒരു കുഞ്ഞിന് ഈ ലോകത്തേക്ക് ജന്മം നൽകേണ്ട പ്രിയപ്പെട്ട ഉമ്മയാകാൻ പോകുന്ന 18 വയസ്സുകാരിയായിരിക്കുന്ന ചെറുപ്പക്കാരി, രാത്രിയുടെ ഇരുൾ മുട്ടിയ യാമത്തിലെപ്പോഴോ 70 വയസ്സുള്ള പിതാവ് മാത്രം വീട്ടിലുള്ള സമയത്ത് പുറത്തുനിന്ന് ചില ആളുകൾ വന്ന് ചോദിക്കുക, ഘർമേ കോയി നഹി, ഇവിടെ ആരുല്ലേ? പറഞ്ഞു, ആരാണ്? തും കോൻ ഹോ, നിങ്ങൾ ആരാണ്? ഹം മുസാഫിർ ഹേ, ഞങ്ങൾ യാത്രക്കാരാണ്. കുച്ച് പാനി ദേതോ, കുറച്ച് വെള്ളം വേണം. അതിനുവേണ്ടിയാണ് ദാഹിച്ചു വലഞ്ഞിട്ട് വീട്ടിന്റെ മുറ്റത്തുകൂടെ ഏതോ നാട്ടുകാർ വഴി നടക്കുമ്പോ അവർക്ക് വെള്ളം കൊടുക്കേണ്ടത് മുസ്ലിമായ തന്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട സഹോദരി
രാത്രിയിൽ കിടന്നിട്ടുറക്കം വരാതെ കിടക്കാനോ ഇരിക്കാനോ നടക്കാനോ വയ്യാതെ വയറുമായി നടക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമകൾ 70 വയസ്സുള്ള പിതാവിനെ വിളിച്ചുകൊണ്ട് അബ്ബാ ബഹർമേ കോൻഹേ ദേഖിയേ കുച്ച് പാനി ദേദോ എന്ന് പറഞ്ഞപ്പോ ആ പൊളിഞ്ഞു വീടാറായ വീടിന്റെ ഡോറ് തുറന്ന് വന്യവയോധികനായ സഹോദരൻ ഒരു പാത്രത്തിൽ വെള്ളവുമായി വരുമ്പോ കാബാലികന്മാരായിരിക്കുന്ന വർഗീയ വിധ്വംസക ശക്തികളുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്ന വൃത്തികെട്ട ആളുകൾ ആ സഹോദരന്റെ ബലാത്കാരമായി പിടിച്ചടിച്ച് തൊഴിക്കുമ്പോ യാ അല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ വിളിച്ച് വിലപിക്കുന്നത് കാണുമ്പോൾ ഉപ്പാ എന്ന് വിലപിച്ചോടി വന്ന പ്രിയപ്പെട്ട കൗസർ ബാനു എന്ന് പറയുന്ന 9 മാസം വയറ്റിൽ കുഞ്ഞിനെയും താങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പൊന്നു സഹോദരി, ആ സഹോദരിയുടെ വയറ്റിന്റെ മേലേക്ക് തിടങ്ങുന്ന കടാര വെച്ചിട്ട് ബജ്രംഗ് ദളിന്റെ പ്രവർത്തകന്മാർ ആഞ്ഞു വലിച്ചപ്പോ ആ സഹോദരിയുടെ വയറ്റത്ത് കിടക്കുന്ന കുഞ്ഞു പൈതൽ ചോര പൈതൽ പുറത്തേക്ക് തെറിച്ചു വന്നപ്പോ അതിനെ തൃശൂലത്തിൽ നിർത്തിയിട്ട് പെട്രോൾ ഒഴിച്ച് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചിട്ട് അതിന്റെ തലച്ചോറ് ഹേ എന്ന് പൊട്ടിത്തെറിച്ചപ്പോ ഹരേറാം ഹേറാം എന്ന് മുദ്രാവാക്യം വിളിച്ച് അവിടെ നൃത്തം ചെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഗുജറാത്തിലാ. ആ കൗസർ ബാനു ചെയ്ത ത്യാഗത്തിന്റെ കോടിയിലൊരംശം എന്റെ പെങ്ങന്മാരെ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ആ പൊന്നു പെങ്ങളെ മൃഗീയമായി കൊന്നു കളഞ്ഞില്ലേ? ആ കുഞ്ഞിനെ പോലും ചുട്ടരിച്ചു കളഞ്ഞില്ലേ? ലോകത്തിന്റെ മുസൽമാന്റെ അവസ്ഥ അതാണ്. നമ്മളിപ്പോ നല്ല സുഖത്തില് സ്വർഗത്തില. ഏത് രാജ്യത്താ മുസൽമാന് സമാധാനമുള്ളത്? ഫലസ്തീനിലുണ്ടോ? ഇറാഖിലുണ്ടോ? ഇറാനിലുണ്ടോ? സൗദി അറേബ്യയുടെ മുകളിൽ പോലും കഴിഞ്ഞാണ് അഫ്ഗാന്റെ അവസ്ഥ. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്പമെങ്കിലും സമാധാനമുള്ള സംസ്ഥാനം നമ്മളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയെടുത്ത സൗഹാർദ്ദവും മതപരവുമായിരിക്കുന്ന ഈ നവോത്ഥാനമാണ് അതിന്റെ പിന്നിൽ. അത് വിഷയം വേറെ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരി തന്റെ ഭർത്താവിന് ഈ പരിശുദ്ധമായ റമദാൻ നന്മ ചെയ്താൽ മഹദിയായ ആസിയ ബീവിക്ക് കൊടുത്ത പ്രതിഫലം എന്താണ്? ആസിയ ബീവിക്ക് കൊടുത്ത പ്രതിഫലം ഫറോവയുടെ ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹ മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച ഒറ്റ കാരണത്താൽ കിങ്കരനായ ഫറോവ കിങ്കരന്മാരെ വിട്ടുകൊണ്ട് ആ സഹോദരിയുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവൻ അഴിഞ്ഞങ്ങോട്ട് മാറ്റി മണലിൽ കൊണ്ടുപോയി കിടത്തി പീഡിപ്പിച്ചു, കുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ഓരോ ചാട്ടവാറടി ഏൽക്കുമ്പോഴും അവരോട് പറയുന്നുണ്ട്, ആസിയ നിന്റെ റബ്ബ് അള്ളയല്ലെന്ന് പറ, എന്റെ റബ്ബ് ഫിർഔനായ എന്റെ ഭർത്താവാണെന്ന് പറ. ആസിയ ബീവി പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയതമാ ശരീരത്തിൽ 1 ഇഞ്ച് സ്ഥലം പോലും അടിയേൽക്കാതില്ല. എന്നിട്ടും ഭർത്താവിന്റെ മുഖത്ത് നോക്കി സ്നേഹത്തോടുകൂടെ പറയുകയാണ്, എന്റെ പ്രിയതമാ നിങ്ങൾ എന്റെ ഭർത്താവാണ്. ഭർത്താവ് എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുകയാണ്, ഞാൻ നിങ്ങളെ അങ്ങേയറ്റം ആദരിക്കുകയാണ്, അനുസരിക്കുകയാണ്. പക്ഷേ നിങ്ങളെന്റെ ഈശ്വരൻ അല്ല, നിങ്ങളെന്റെ റബ്ബല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മൂസാ റസൂലുള്ളാഹ്. ഏകനായ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. മൂസാ നബിയാണ് അല്ലാഹുവിന്റെ തിരുദൂതർ. അതുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ്. ഇതങ്ങ് കേൾക്കേണ്ട താമസം അതാ ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ചുകൊണ്ട് വന്നില്ലയോ? ചുട്ടുപടുത്ത് കിടക്കുന്ന ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് ആ സാധുവായ എത്രയോ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, എത്രയോ ദിവസമായി വെള്ളം കുടിച്ചിട്ട്, ദാഹിച്ച് വിശന്നിട്ട് ശരീരം മുഴുവൻ മർദ്ദിതരായി കിടക്കുന്ന സഹോദരിയുടെ ശരീരത്തിലൂടെ കുത്തിയങ്ങോട്ട് കയറ്റിയില്ലയോ? മൂത്രദ്വാരത്തിലൂടെ ചുട്ടുപടുത്ത് കിടക്കുന്ന ഇരുമ്പിന്റെ ദണ്ട് കയറ്റുമ്പോൾ ബീവി ആസിയാക്ക് റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാ, ഒരേ ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാഹുവേ ഇതൊക്കെ ഞാൻ സഹിക്കാമല്ലാ. എന്റെ ശരീരം ഇവർ ഇതേപോലെ നുറുങ്ങിക്കൊല്ലട്ടെ, എന്റെ ശരീരത്തിൽ ഇരുമ്പ് കൊണ്ട് ചിത്രപ്പണികൾ ഉണ്ടാക്കിക്കോട്ടെ. പക്ഷേ എനിക്കൊന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ, റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നാ. അല്ലാഹുവേ എല്ലാം ഞാൻ ത്യാഗങ്ങളും ഞാൻ സഹിക്കാം, എല്ലാ ഞാൻ വിഷമങ്ങളും ഞാൻ സഹിച്ചുകൊള്ളാം. പകരം സ്വർഗത്തിൽ എനിക്ക് പകരമായി ഒരു ചെറിയ ഭവനം നീ തരണേ അല്ലാ. അതിലും വലിയൊരു ത്യാഗം ഒരു പെങ്ങളെന്താ സഹിക്കാനുള്ളത്? മൂത്രമൊഴിക്കുന്ന നാളുകളിലൂടെ ചുട്ടുപടുത്ത് കിടക്കുന്ന ഇരുമ്പിന്റെ ദണ്ട് തൂത്തിക്കയറ്റിയത് സ്വന്തം ഭർത്താവാണ്.
സ്വന്തം ഭർത്താവിനാൽ ഇത്രമാത്രം മൃഗീയമായി പീഡിപ്പിക്കപ്പെടാൻ കാരണമെന്താണ്? സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിലല്ല, അമോഷൻ കാക്ക സ്ത്രീധനം കൊടുക്കാതായി പോയതിന്റെ പേരിലല്ല, ഭർത്താവിന് ലൈംഗികമായ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കാൻ ക്ഷണിച്ചപ്പോൾ സമ്മതിക്കാത്തതിന്റെ പേരിലുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച ഒറ്റ കാരണത്താലാണ് ആസിയാ ബീവിക്ക് മൃഗീയമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതെങ്കിൽ ആ ബീവിക്ക് നൽകുന്ന പ്രതിഫലമാണ് പരിശുദ്ധമായ റമദാനിൽ സ്വന്തം ഭർത്താവിന്റെ നന്മയ്ക്കു വേണ്ടി ത്യാഗം ചെയ്യുന്ന ഭാര്യമാർക്ക് ലഭിക്കുക എന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. ഇനി അവസാനത്തത് വമൻ ഖളാ ഹാജത അഖീഹിൽ മുസ്ലിമീ, ഒരു മുസ്ലിമിന്റെ ആവശ്യം ഒരാൾ സാധിപ്പിച്ചു കൊടുത്താൽ ഫീ റമദാനിൽ ഖലല്ലാഹു ലഹു അൽഫ ഹാജ യൗമൽ ഖിയാമ. ഒരു മുസ്ലിം സഹോദരൻ ഒന്ന് സഹായിച്ചാൽ, നമ്മുടെ നാട്ടിൽ യതീമക്കളുണ്ടല്ലോ, ിന്റെ സഹായമുണ്ട്. ആ മലക്ക് പറയും ബുക്കും എഴുന്നേൽക്ക്, ബാറക്കല്ലാഹ്, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നിനക്ക് കാരുണ്യം ചെയ്യട്ടെ എന്ന് പറയും. ഫഇദാ ഖാമ ബിനിയ്യത്തി സ്വലാ, തഹജ്ജുദിന്റെ നിയ്യത്തോടുകൂടി അവനങ്ങോട്ട് എഴുന്നേറ്റാൽ യദൂ ലഹുൽ ഫിറാശു, അവൻ എഴുന്നേറ്റ ആ വിരിപ്പ് അവന് വേണ്ടി ദുആ ചെയ്യും. വയഖൂലു, എന്താണ് ആ വിരിപ്പ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ അഅ്തിഹിൽ ഫുറുശൽ മർഫൂആ, അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ ഉന്നതമായ വിരിപ്പ് ഇവന് നൽകണേ തമ്പുരാനേ. നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോയി വാങ്ങി 250 റുപ്യന്റെ നമ്മുടെ ബെഡ്ഷീറ്റ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിഷേധിക്കാൻ കഴിയില്ല. സത്യവിശ്വാസികൾക്ക് എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലും, എല്ലാ വസ്തുക്കളും ദുആ ചെയ്യും. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളാണ്. അതൊക്കെ നമ്മൾ വിശ്വസിക്കൽ ബാധ്യസ്ഥരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നോക്കൂ നിങ്ങൾ, വഇദാ ലബിസ സൗബഹു, അവൻ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയല്ല, നിസ്കരിക്കാൻ വേണ്ടി കുപ്പായം ധരിച്ചു. സഹോദരിമാർ നിസ്കാര കുപ്പായം ധരിച്ചു, അല്ലേ? നമ്മൾ വസ്ത്രവും കുപ്പായവും മുണ്ടും ധരിച്ചു. യദൂ ലഹു സൗബ്, ആ വസ്ത്രങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യും. വയഖൂലു, എന്താണത് പറയുക? അല്ലാഹുമ്മ അഅ്തിഹി മിൻ ഹലലിൽ ജന്നാ, അല്ലാഹുവേ നാളെ സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങൾ ഇവന് നൽകണേ തമ്പുരാനെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുപ്പായം, നമ്മുടെ തൊപ്പി, നമ്മുടെ ഷാള്, നമ്മുടെ മുണ്ട്, നമ്മുടെ നിസ്കാര കുപ്പായം നമുക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ നാളെ സ്വർഗ്ഗത്തിലെ വസ്ത്രം ഇവനിക്ക് നൽകണേ അല്ലാഹുവേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ വഇദാ ലബിസന അലൈഹി, 2 ചെരുപ്പുകൾ ധരിച്ചാൽ യദൂ ലഹു നഅലാഹു, ആ 2 ചെരുപ്പുകളും അവന് വേണ്ടി ദുആ ചെയ്യും. വതഖൂലാനി, എന്താണവ പറയുന്നത്? അല്ലാഹുമ്മ സബ്ബിത് ഖദമൈഹി അലസ്സിറാത്ത്, കൂരിരുട്ടുള്ള വഴുവഴുപ്പുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ നരകത്തിന്റെ മുകളിൽ സ്ഥാപിതമായിരിക്കുന്ന സിറാത്ത് എന്ന പാലം റബ്ബേ ഒന്ന് കാലുതെറ്റിയാൽ 70 കൊല്ലത്തെ ആഴമുള്ള നരകത്തിലേക്ക് അധപതിച്ചു പോവുകയാണ്. കാത്തു രക്ഷിക്കണേ നാഥാ. എന്നാൽ ആ ചെരുപ്പുകൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ വഴുതിപ്പോകാതെ ഈ സഹോദരനെ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. നമ്മുടെ ചെരുപ്പുകൾ നാം വാങ്ങിയ 200ന്റെ 100ന്റെ 500ന്റെ ബാറ്റയുടെ പാരകന്റെ വികസിയുടെ ചെരുപ്പ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഇനിയോ വഇദാ തനാമലൽ ലിനാഅ യദൂ ലഹുൽ ലിനാഉ വയഖൂലു അല്ലാഹുമ്മ അഅ്തിഹി മിൻ അക്വാബിൽ ജന്നാ, അത്താഴം കഴിക്കുന്ന സമയത്തോ നോമ്പ് തുറക്കുന്ന സമയത്തോ ഗ്ലാസോ പ്ലേറ്റോ നമ്മുടെ മുമ്പിലുണ്ടാകും. വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ് അങ്ങോട്ട് ഉയർത്തിയാൽ, ഭക്ഷണത്തലികയിൽ നിന്ന് ഭക്ഷണം അങ്ങോട്ടെടുത്താൽ ആ പാത്രം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ സ്വർഗ്ഗത്തിലെ കപ്പ് കൊണ്ട് നീ കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഇദാ തവല്ലാ, ഒരു നോമ്പുകാരൻ വുളൂ ചെയ്താൽ യദൂ ലഹുൽ മാ, അവന്റെ ശരീരത്തിലൂടെ ഉറ്റിവീഴുന്ന വെള്ളത്തുള്ളികളതാ പറയുന്നു. വയഖൂലു അല്ലാഹുമ്മ ത്വഹിർഹു മിനദ്ദുനൂബി വൽ ഖതായാ, അല്ലാഹുവേ ഇവന്റെ എല്ലാ ചെറിയതും വലിയതുമായ ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. വെള്ളം നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. വഇദാ ഖാമ ഇല സ്വലാത്തി,
നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് സഹോദരിമാർ വീട്ടിന്റെ അകത്തെ മുറിയിലേക്ക് പോയാൽ യദൂലഹുൽ ബൈതു, ആ ചുമരുകൾ, ആ വീട് അവന് വേണ്ടി ദുആ ചെയ്യുകയാണ്. വയഖൂലു, അത് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ വസിഅ ഖബറഹു വനവ്വിർ ഹുഫറതഹു വസിദ് റഹ്മതഹു. അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, ഇവന്റെ കുഴി നീ പ്രകാശിപ്പിക്കണേ അല്ലാ, ഇവന് നീ കാരുണ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഖബർ വിശാലമാക്കി തരാൻ വേണ്ടി നമ്മുടെ വീട് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ സമയത്ത് യൻറുല്ലാഹു തആല ഇലൈഹി ബിർറഹ്മാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവയുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനിലേക്ക് കാരുണ്യത്തോടുകൂടെ നോക്കുകയാണ്. വയഖൂലു ഇന്ന ദുആ, അവൻ കൈകൾ ഉയർത്തി ദുആ ചെയ്യുമ്പോൾ അല്ലാഹു പറയുകയാണ്, യാ അബ്ദീ, എന്റെ പ്രിയപ്പെട്ട അടിമയായ സമോനെ, മിങ്ക ദുആ, ചോദ്യം ചോദിക്കാൻ നീ അവകാശപ്പെട്ടവനാണ്, ചോദിച്ചോളൂ. വമിന്നൽ ഇജാബ, അതിനുത്തരം നൽകുന്നത് ഞാനാണ്. വമിങ്ക സുആൽ, നീ ചോദിക്കുന്നവനാണ്. വമിന്നൻ നവാ, ഞാനതിന് മറുപടി നൽകുന്നവനാണ്. വമിങ്കൽ ഇസ്തിഗ്ഫാർ വമിന്നൽ ഗുഫ്റാൻ, നീ പൊറുക്കൽ ചോദിക്കുന്നവനാണ്, ഞാൻ പൊറുക്കൽ ചോദിച്ചാൽ അത് സ്വീകരിക്കുന്നവനാണ്, ചോദിച്ചോളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ റമദാനിൽ സ്പെഷ്യലായിട്ടുള്ളതാ. ഇനിയുണ്ട്, പറഞ്ഞാൽ തീരത്ത് അത്രയുണ്ട്. ഇത് മതി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഖൽബ് തുറന്നു തരുമാറാവട്ടെ, തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ റമദാൻ അർഹിക്കുന്ന രൂപത്തിൽ, അല്ലാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ സ്വീകരിക്കുവാനും, പാപമോചനത്തിൽ 70,000-ഉം 80,000-ഉം ഓരോ ദിവസവും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ അവരിൽ ഒരാളാകുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഉസ്താദ് അവർക്ക് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്, അതിനുശേഷം നമുക്ക് ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു 5 മിനിറ്റ് കൂടി എല്ലാം ഇരിക്കുക. നമുക്ക് ദുആ ചെയ്യാൻ നല്ലൊരു സദസ്സാണ്. തിങ്കളാഴ്ച സദസ്സില് ദുആ ചെയ്ത് സലാത്ത് ചൊല്ലി പിരിയാം. ഭാഷണത്തിന് ഏറ്റുന്നത് ബഹുമാനപ്പെട്ട സമ്മദ് പൂക്കോട്ടൂർ സാഹിബായിരുന്നു. അനൗൺസ് ചെയ്ത നോട്ടീസിലോ കണ്ടതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിന് വേണ്ടി ഇദ്ദേഹത്തിന് കണ്ണൂർ പോകേണ്ട ആവശ്യമുണ്ടായതുകൊണ്ട് നമ്മളോട് വിളിച്ചറിയിക്കുകയും അതനുസരിച്ച് പ്രഗത്ഭനായ ഉജ്ജ്വലവാഗ്മിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി മാഷ് നമുക്ക് തരുകയും ചെയ്തു. അല്ലാഹു കഴിഞ്ഞ 30-ലധികം കേന്ദ്രങ്ങളിൽ നടന്ന മനുഷ്യജാലിക ചരിത്രവുമായിരുന്നു. എറണാകുളം ജില്ലയുടെ മനുഷ്യജാലിക നടന്നത് കൊച്ചിയിലായിരുന്നു. അതിൽ ഉജ്ജ്വല പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി മാഷ് സാഹിബാറുകളായിരുന്നു. അങ്ങനെ പ്രസംഗരംഗത്തും എഴുത്തുരംഗത്തും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന SKSF-ന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ, നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്ത് SVS ആയിരുന്നു, അല്ല, SKSF-ന്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സജീവ പ്രവർത്തകനും സംഘാടകനും നേതാവുമായ യുവ പണ്ഡിതനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ തൊട്ട് അടുത്ത് തന്നെ ഒരു വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് വഫിയ കോളേജ്. അതുപോലെ കളമശ്ശേരിയിൽ 3 വർഷത്തിലധികമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനമാണ് വാഫി കോളേജ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന, നന്നായി പഠിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായ കോഴ്സാണ് വാഫി കോഴ്സ്. SLC പാസ്സായ പെൺകുട്ടികൾക്ക് ഇസ്ലാമിക വിജ്ഞാനവും ഭൗതിക വിജ്ഞാനവും സമന്വയിപ്പിച്ച് ആ വഫിയ കോഴ്സിന്റെ ക്ലാസ് നമ്മുടെ കോമ്പാറയിൽ തുടക്കം കുറിച്ചിട്ട് 1 വർഷം പൂർത്തിയായി. 35 കുട്ടികൾ 1 വർഷം പൂർത്തിയാക്കി. അടുത്ത പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് വീണ്ടും ഒരു ബാച്ചിനെ എടുത്തിരിക്കുകയാണ്. അതിന്റെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ കോളേജിൽ ആരംഭിക്കുകയാണ്. 35 കുട്ടികൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ്, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കാരം കൊണ്ട് ഒരു ദിവസത്തെ ജീവിതം തുടങ്ങുന്ന 35 പെൺകുട്ടികളാണ് നിലവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ
ഉസ്താദ് പറഞ്ഞതുപോലെ വളരെയധികം മോശമായ അന്തരീക്ഷത്തിലേക്ക് പോകേണ്ട ഒരു പരിധിയിൽ, ഒരു പ്രായത്തിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ തഖ്വയിലും വിജ്ഞാനത്തിലും സംസ്കാരത്തിലുമായി വളരുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന വഫിയ കോളേജ്. അൽഹംദുലില്ലാ, നിങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിലേക്ക് 35 കുട്ടികൾ നാം എടുത്തു കഴിഞ്ഞു. അവരുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയാണ്. സാധിക്കുന്നവർ ആ ക്ലാസിന്റെ തുടക്കത്തിലെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ക്ഷണിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ SLC പാസ്സായ ആൺകുട്ടികൾക്ക് 8 വർഷത്തെ കോഴ്സാണ് വാഫി കോഴ്സ്. അതും ഇൻഷാ അല്ലാഹ് കളമശ്ശേരി, നമ്മുടെ ജില്ലയിൽ കളമശ്ശേരി മർക്കസിൽ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ മഹത്താനുഗ്രഹത്താൽ 30 കുട്ടികൾക്ക് പുതിയ അഡ്മിഷൻ കൊടുത്തുകൊണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച 4-ാം തീയതി വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ക്ലാസ് ആരംഭിക്കുകയാണ്. രണ്ടിലും നിങ്ങളുടെ സാന്നിധ്യവും സഹായവും സഹകരണവും തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ കാണുന്ന മഹത്തായ ഈ വേദി, ഈ പന്തല്, ഈ സദസ്സ്, ഈ പ്രോഗ്രാം, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഈ നാട്ടുകാരായ ഒട്ടനവധി ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയങ്കരനായ സുബൈർ, അതേപോലെ തന്നെ ഇബ്രാഹിം തുടങ്ങി ഒരുപാട് ചെറുപ്പക്കാർ ഇതിനുവേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവരാണ്. സുബൈറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു ഖുർആൻ പ്രഭാഷണത്തിന്റെ 3 വർഷം മുമ്പ് ഒരു ഖുർആൻ പഠന പ്രഭാഷണത്തിന്റെ സ്വാഗത സംഘത്തിന്റെ സെക്രട്ടറിയായി, കൺവീനറായി നാം തെരഞ്ഞെടുത്ത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഓട്ടത്തിനിടയിൽ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു മാരകമായ അപകടം, പരുക്കിൽ അദ്ദേഹത്തിന്റെ കണ്ണ് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പടച്ചവന് വേണ്ടി, ഖുർആന്റെ പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടി വന്നു. പക്ഷേ അള്ളാഹുവിന്റെ മഹത്താനുഗ്രഹത്താൽ കുറെയെല്ലാം സുഖപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും സജീവമായി നമ്മുടെ പ്രവർത്തന രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. സുബൈർ ചാലയിൽ അദ്ദേഹമാണ് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനസ്, അതുപോലെ സുബൈർ ചാലയിൽ ബാബു, അതേപോലെ തന്നെ ജമാൽ തുടങ്ങിയ ഒട്ടനവധി ചെറുപ്പക്കാർ ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട്. പടച്ച റബ്ബ് അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കും അവരുടെ കുടുംബത്തിനും മക്കൾക്കും ഭാര്യമാർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബർക്കത്തുമെല്ലാം ചൊരിയുമാറാകട്ടെ. നഷ്ടപ്പെട്ട കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും ആ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇബ്രാഹിം കുട്ടി സാഹിബും വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് മരണപ്പെട്ടു. കൊല്ലത്താണ് അദ്ദേഹത്തിന്റെ താമസമെങ്കിലും ഇവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. ഇവിടെ എന്നടിയിൽ ജോലി ചെയ്യുന്നു. നമ്മളുമായി, പ്രസ്ഥാനവുമായി, സംഘടനയുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജോലി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സമയം മുഴുവനും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളേജിന്റെയും സംഘടനയുടെയും സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് സുബൈറും ഇബ്രാഹിം കുട്ടി സാഹിബുമാണ് എപ്പോഴും ഇരട്ടകളെ പോലെ നടക്കുന്നത്. റജുലാനി തഹബ്ബാ ഫില്ലാഹി വ തഫറഖാ ഫില്ലാഹി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന 2 സഹോദരന്മാര് നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ 2 ആളുകളിൽ അള്ളാഹു രണ്ടുപേരെയും പെടുത്തുമാറാകട്ടെ. അതുപോലെ ഇതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഗൾഫിൽ പോയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജോലിയിൽ എല്ലാവിധ റഹ്മത്തും ബർക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ ജോലിയിൽ അല്ലാഹു